അല്ല ജിഷാമയ്യരി ഇറച്ചി തിന്ന് നിർത്തടാം. ആരോടാ പറയണു? നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് പറയും. ആരാപ്പ തിന്നത്? ഇത്ര നേരം നിന്നതാരാ? പൊന്മള പേരോട് എപ്പിയുടെ അല്ലേ, ഓരൊക്കെപ്പാടെ ഉഷാദാസിന്റെ പിന്നെ ഹാഫിളിന്റെ. നിങ്ങൾ പറയും ആരപ്പ ഇതുവരെ പറഞ്ഞത്? ഞങ്ങളല്ലാന്ന്. ആ മക്കനിട്ടതും മക്കനിടാതെയും ആ പിന്നെ മുഷാവറിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരുന്നതും ആ മറ്റേ ഇതൊക്കെ ഞങ്ങളാണ് ഞങ്ങൾ കരുതിയിരുന്നത്. എന്റെ മാഷ് അത് നിങ്ങളായിരുന്നു. ഇൻഷാല്ലാ ബാക്കി കേൾക്കും. ഇഷാബായി പറയണ കൂടി കേൾക്കുന്നുണ്ട്. ആരാണ് തിന്നുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരും തിന്നുന്നില്ല, നിങ്ങൾ എന്നെ പരസ്പരം തിന്നുകയാണ്. ഇൻഷാല്ലാ ബാക്കി എന്തെങ്കിലും ഉണ്ടാകണ്ടേ? നിങ്ങൾ തിന്നിട്ട് ഞങ്ങൾ ആകെ പറയണ ഇപ്പൊ നിങ്ങൾ പരസ്പരം തിന്നിട്ട് ബാക്കിയൊന്നും വെക്കണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കാവോ? ഇത് പരമാവധി ശബ്ദമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ശബ്ദം നല്ല ക്ലിയർ ഉണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. ഏതായാലും ദീർഘമായൊന്നും സംസാരിക്കാനുള്ള വകുപ്പ് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് സാഹിബും അതുപോലെ തന്നെ മുഹമ്മദ് രാമദല്ലിയും എനിക്ക് നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇപ്പോ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ റേഡിയോ വഴി പിന്നെ വിശദമായി തന്നെ പിന്നെ കേട്ടു. അതിൽ നൗഷാദ് സാഹിബിന്റെ ഒരു വിധമൊക്കെ കേട്ടു, ചില ഭാഗങ്ങളെ മിസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഗ്യാപ്പൊന്നും നിങ്ങൾ രണ്ടുപേരും തന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ ആദ്യം തന്നെ ഒരു പരാതിയായി പറയട്ടെ. കാരണം പറയാനുള്ളതൊക്കെ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനത് വീണ്ടും പറയുകയാണെങ്കിൽ അതൊരു ആവർത്തന വിരസതയായി മാറും എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. സത്യത്തിൽ വളരെ മനോഹരമായി തന്നെ വിഷയങ്ങൾ നമ്മുടെ സുന്നിസം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തനതായ ശൈലിയിൽ മുഹമ്മദ് രാമദല്ലി സാഹിബിന്റെ കൊട്ടുകൂടി ആയപ്പോ അത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു പായസം കൊടുക്കുന്നത് പോലെ ഒരല്പം തമാശകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നതിൽ കവിഞ്ഞ് എനിക്ക് പ്രത്യേക റോളൊന്നുമില്ല. പിന്നെ സത്യത്തിൽ ഇപ്പോ ഇവിടെ അടുപ്പും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കടുകും മുളകൊക്കെ പിന്നെ ഒന്ന് അടുപ്പത്ത് ഇടണമായിരുന്നു. എന്തായാലും എല്ലാവർക്കും അറിയില്ലേ എന്തിനാണ് കടുകും മുളകൊക്കെ അടുപ്പിൽ സാധാരണ ഇടുക എന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ സുന്നിസം എനിക്കൊരു കണ്ണേറ് നടത്തിയതായിട്ട് ഞാൻ കേട്ടു. ഇപ്പോഴും ഏപ്പിക്കാര് വിളിക്കുമ്പോ, ജിഷാൻ വിളിക്കുമ്പോ എടുക്കുന്നല്ലോ അല്ലോ, ഞാൻ സത്യത്തിൽ നെഞ്ഞത്തുനിന്ന് പാളി. എന്നാലും അത്ര വലിയൊരു കണ്ണേറ് നിങ്ങളായിട്ട് വെക്കേണ്ടതില്ല നൗഷാദ് ഭായി എന്നാണ് പറയാനുള്ളത്. കാരണം ഇവരെ അണികളായ പാവപ്പെട്ട ആളുകളെ എന്നോട് വിദ്വേഷമൊക്കെ ഉള്ളൂ. കാരണം നിങ്ങൾ സത്യത്തില് ആ ചുള്ളിക്കോടിനെ വിളിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ ആ മൂപ്പര് ആ സലാം അടക്കിയത് അത് മാത്രം കുറച്ച് കഴിഞ്ഞാൽ സമയം ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ. എത്ര നല്ല റാഹത്തിലാണ് അവരൊക്കെ എന്നോട് സംസാരിക്കുന്നത്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവര് സത്യത്തിൽ പൊന്മളയും എന്നോട് പിന്നെ അൻസാർ മാഷ് പലപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ പൊന്മളക്ക് എന്നോട് ഉള്ളുകൊണ്ടുള്ള സ്നേഹമാണ്. കാരണം ഏപ്പിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്റെ രൂപത്തിൽ പുറത്തു വന്നല്ലോ. അതുകൊണ്ട് പൊന്മള ഉസ്താദ് സത്യത്തിൽ ജിഷാനെ ഇനി പേടിക്കേണ്ട, സംഘടനാപരമായിട്ട് പോലെ എത്ര എതിർത്താലും ഉള്ളുകൊണ്ട് ഇന്നെ അങ്ങേയറ്റം മൂപ്പര് സ്നേഹിക്കുന്നുണ്ട് എന്ന് അൻസാർ മാഷ് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ ഇപ്പോഴും അവരുടെ നേതാക്കന്മാർ സംസാരിക്കുന്നതിനും പിടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ മാന്യത പുലർത്തുന്ന ആളുകൾക്ക് മാന്യമായി നടക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ വൃത്തികേടുകൾ നമുക്കെതിരെ കളിക്കുന്ന ആളുകൾക്ക് ആ ശൈലിയിലും ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ എന്നുള്ള ശൈലി ഒരു ഭാഗത്തും, മറുഭാഗത്ത് ജസാഉ സയ്യത്തിൻ സയ്യത്തുൻ മിസ്ലുഹ എന്നുള്ള ശൈലി മറുഭാഗത്തും പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ഏതായാലും 1, 2, 3 വിഷയങ്ങൾ മാത്രം തൊട്ടുവെച്ചുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഞാൻ സുന്നിസത്തിന് ഇന്ന് എനിക്കെന്നെ അറിയില്ല, ഞാനിപ്പം ക്ലിപ്പുകൾ അങ്ങനെ കാര്യമായിട്ട് എണ്ണാറൊന്നുമില്ല. അപ്പൊ കിട്ടുന്ന ക്ലിപ്പുകൾ ഒന്നുകിൽ അമീറിന് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നൗഷാദ് സാഹിബിന് ഒക്കെ അങ്ങ് വിടലാണ്. അപ്പോ
ഇന്ന് വിട്ട SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ക്ലിപ്പ് സത്യത്തിൽ ഇന്ന് പ്ലേ ചെയ്യും എന്നുള്ള വിവരം ഞാനിപ്പോ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഇപ്പൊ ഒരു പരസ്യ രൂപത്തിൽ വന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് ദീർഘമായത് കൊണ്ട് തന്നെ നമ്മുടെ നൗഷ സുന്നിസം കേൾക്കുന്നില്ലേ, സുന്നിസം ഒരു ഡേറ്റ് നിശ്ചയിച്ച് ആ ഡേറ്റിന് തന്നെ അത് പ്രത്യേകം നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ അതെ പ്രത്യേകിച്ച് അത് ഓരോ പാർട്ടായി വിശദീകരിക്കേണ്ട ക്ലിപ്പാണ്. ഇപ്പോ ഞാനത് വിശദീകരിച്ചാൽ അത് ഒരുപാട് നീണ്ടുപോകും. പിന്നെ അത് വിശദീകരിക്കാൻ കുറച്ച് ഓരോന്നിനോരോ ചേർച്ച ഉണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് അത് വിശദീകരിക്കാൻ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ 1, 2, 3 കാര്യങ്ങൾ ഒന്ന് വേഗം തൊട്ടുവെച്ച് പോവുകയാണ്. മുഷാവറയുടെ കാര്യം ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. സത്യത്തിൽ മുഹമ്മദ് രാമന്തള്ളി പറഞ്ഞതുപോലെ മുഹമ്മദ് രാമന്തള്ളി ഉപയോഗിച്ച ശൈലി വേറൊന്നാണെങ്കിൽ സാധാരണ താലിബാൻ തീവ്രവാദികളുടെ ഇടയിൽ അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരെയും അതുപോലെ തന്നെ യൂറോപ്യൻ പൗരന്മാരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഡിമാൻഡുകൾ ആവശ്യപ്പെടുന്ന ശൈലിയിൽ നമ്മളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പുറം ഇപ്പുറം മുഖംമൂടി ധരിച്ച ആളുകൾ ഇരുന്നു കൊണ്ട് മുമ്പിൽ ഒരാളെ ഇരുത്തിയിട്ട് ആവശ്യങ്ങൾ ചോദിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ഇന്ന തീവ്രവാദിയെ വിട്ടു തന്നാൽ ഇയാളെ മോചിപ്പിക്കും, അല്ലെങ്കിൽ ഇത്ര ധനം ഇത്ര കോടി ഡോളർ തന്നാൽ ഇദ്ദേഹത്തെ മോചിപ്പിക്കും. ഈ ഒരു ശൈലിയിൽ തോന്നിപ്പോയി. കാരണം പാവം സത്യം പറഞ്ഞാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം മുസ്ലിയാരോടുള്ള ഒരു മനസ്സിലുള്ള അങ്ങനെ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ കബളിപ്പിച്ച, അതുപോലെ തന്നെ 10,000 പണ്ഡിതന്മാരെ മുമ്പിലിരുത്തി 10,000 തലപ്പാവുധാരികളായ പണ്ഡിതന്മാരെ യുവ പണ്ഡിതന്മാരടക്കമുള്ള ആളുകളെ മുമ്പിലിരുത്തിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജ സനദ് വായിച്ചുകൊണ്ട് ഒരു മുഖമുള്ള കാന്തപുരം, ആ കാന്തപുരത്തെ കണ്ടപ്പോ സത്യത്തില് ഒരല്പം സിമ്പതി തോന്നി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയും പ്രായമുള്ള ഒരാളെ ഒരു ഭാഗത്ത് പേരോട് മറുഭാഗത്ത് പൊന്മള ഇവരിരുത്തിയിട്ട് പറഞ്ഞതുപോലെ വായിപ്പിച്ച് തയ്യാറാക്കുന്ന രീതിയിൽ ഒരു റെഡിമെയ്ഡ് ചോദ്യം സുബ്ഹാനല്ലാഹ് മുശാവറയിലുള്ള ഒരാൾ ചോദിക്കുന്നു. ആ ചോദിച്ച ചോദ്യത്തിന് എഴുതിക്കൊണ്ടുവന്ന രീതിയിൽ കാന്തപുരം മറുപടി കൊടുക്കുന്നു. ആ മറുപടി ഇവരെന്ത് ചെയ്യുന്നു? സത്യത്തില് ഈ ക്ലിപ്പ് പുറത്ത് ഔട്ട് ചെയ്യുന്നതിന്റെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നുവെന്ന് പേരോട് റഹ്മാൻ സഖാഫിയുടെ സെക്രട്ടറിയായി നടക്കുന്ന സിറാജുൽ ഹുദയിലുള്ള അവിടെയുള്ള ആള് എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞു. അമീറിന് ഞാൻ ഫോർവേഡ് ചെയ്തൊന്നും അറിയില്ല. എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞു, നാളെ 1 മണിക്ക് മീഡിയ വിഷനോ ഏതോ STV മരിച്ചുപോയപ്പോ അതിന്റെ പേരിൽ വേരുമപ്പൊടിച്ചൊരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പുതിയ പേര്? STV റൂം അകാല ചരമം അടഞ്ഞപ്പോ അതിന്റെ വേരുമപ്പൊടിച്ചൊരു സാധനം ആ റൂമിൽ ഇത് പ്ലേ ചെയ്യിക്കുന്നുവെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് പേരോട് റഹ്മാൻ സഖാഫിയുടെ സെക്രട്ടറി എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞപ്പോ അപ്പൊ ഇവരൊക്കെ ഒരു ഗെയിം പ്ലാന്. സത്യത്തിൽ കാന്തപുരം ഈ സംഘടനയിൽ തീർത്തും ഒറ്റപ്പെടുക എന്ന യാഥാർത്ഥ്യമുള്ളത്. പണ്ടുകാലത്ത് പേരോട് റഹ്മാൻ സഖാഫിയുമായി സംസാരിച്ച് ഒരു മുജാഹിദിന്റെ മൗലവി ഒരു നോട്ടീസ് ഇറക്കി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുജാഹിദുകളുടെ ഇടയിലേക്ക് ഒരു നോട്ടീസ് ഇറക്കി. എന്താണ് നോട്ടീസ്? ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക. അതുകൊണ്ട് കാന്തപുരത്തോട് പറയാനുള്ളത്, നേരത്തെ രാമന്തള്ളി പറഞ്ഞതുപോലെ നിങ്ങൾ വരക്കൽ മക്കാമിൽ പോയി അതുപോലെ തന്നെ സമസ്തയിലെ മുൻകാല ആലിമീങ്ങളുടെയും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും പിന്നെ മക്കാമുകളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള പരിപാടിയല്ല. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അതിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ KCR റൂമോ അല്ലെങ്കിൽ അല്ലമീൻ സുന്നി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ വകയോ നിങ്ങൾക്ക് അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നറിയാം. നിങ്ങൾ ടിക്കറ്റിന്റെ കാശടക്കം ഞങ്ങൾ തന്നേക്കാം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞതുപോലെ
يرشد تعالى لساة والمذنبين إذا بقى منهم الخطأ والإسيان أن يأتوا إلى رسول الله صلى الله عليه وسلم فيستغفر الله عنده ويسألوه എന്ന് ഇബ്നു കസീർ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ചെയ്തുപോയ തെറ്റുകൾ, റസൂലുള്ളാഹിന്റെ പേരിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ വ്യാജ സനദിന്റെ അടക്കമുള്ള മുഴുവൻ വിഷയങ്ങൾക്കും അവിടെ വെച്ചിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ പേരോടിയൻ അതുപോലെ തന്നെ പൊന്മള മദ്ഹബുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പിന്നെ പരിപൂർണമായ സുന്നത്ത് ജമാഅത്തിന്റെ ആ പാന്താവിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ അപ്പോൾ സാധിക്കുമെന്നാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം നിങ്ങൾ ആരും ചിന്തിച്ചോ ഞാന് ഇവരുടെ പല ആളുകളും, ഞാൻ ആദ്യം തന്നെ ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാനൊരു ഹാഫിൾ ഗ്രൂപ്പുകാരനല്ല. ഞാൻ സത്യത്തിൽ ഹാഫിൽ അബ്ദുൽ ഹക്കീം മുസ്ലിയാരുമായി വളരെ അടുത്ത നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൂമിലും അദ്ദേഹത്തിന്റെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും ഒക്കെ ഞാൻ നടത്തിയ വളരെ നല്ല ബന്ധം മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ സത്യത്തിൽ ഒരു ഹാഫിളിന്റെ ഒരു മുരീദ് ആയിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ ന്യായമായി പറയുക എന്നുള്ള ഒരു പോളിസി മാത്രം വെച്ചുകൊണ്ട് ഈ ഹാഫിൽ അബ്ദുൽ ഹക്കീം മുസ്ലിയാരടക്കം അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് നൌഷാദ് ഹസനി അടക്കമുള്ള ആളുകൾ വ്യക്തമായി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഹാഫിലിന്, നിങ്ങൾ കുതിരയുടെ രോമം ആരോ കൊണ്ടുപോയി, അല്ലെങ്കിൽ കുതിരയുടെ കാഷ്ടം ആരെങ്കിലും വലിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ആരോ ചെയ്തു എന്ന് പറയുന്ന കാലകീല പറയുന്നതിന് മുമ്പ് ഹാഫിൽ ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ക്ലിപ്പിന്റെ രൂപത്തിലും പല രൂപത്തിലും കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഏതെങ്കിലും ഒരു നോട്ടീസോ ഏതെങ്കിലും ഒരു ലേഖനമോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ആ ടെക്സ്റ്റ് അടിക്കുന്ന ആളോട് പറഞ്ഞേക്ക് കാന്തപുരം മുഷാവറയിൽ ഒരു ഒഴിവുണ്ട്, അവിടേക്കുള്ള ക്ഷണം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ പോവാൻ താല്പര്യമില്ല, അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട എന്ന് ടെക്സ്റ്റ് അടിക്കുന്ന ബിരുദന്മാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. അപ്പോ കാരണം ഇന്ന് നിങ്ങളെ കാന്തപുരം മുഷാവറയിൽ ഇരിക്കാൻ യോഗ്യം ഞാൻ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം CD കേട്ടിട്ടും പുസ്തകം വായിച്ചിട്ടും സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കിയ നമുക്കുള്ള സുന്നി സ്പിരിറ്റ് പോലും 35 കൊല്ലം കിതാബ് ഓതിയിട്ട് തഴച്ചു എന്ന് പറഞ്ഞ നിങ്ങളെ മൊല്ലമാർക്ക് ഇല്ലാതായി പോയതിൽ അതിയായ കഷ്ടം തോന്നുകയാണ്. ഏതായാലും അപ്പോ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ വളരെ വ്യക്തമായി ഹാഫിൽ അബ്ദുൽ ഹക്കീം മുസ്ലിയാര് അദ്ദേഹം പറഞ്ഞ ശർഇന് വിരുദ്ധമായി, ശരീഅത്തിന് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന് സത്യം പറഞ്ഞാൽ കുരുവട്ടൂരിൽ വെച്ച് സുന്നി സമ്മതിക്കുവാണോ? ഞാൻ എന്നാ മൈക്കെടുത്തോളൂ. അല്ലെ, ഒരു കാര്യം ഒറ്റക്കാര്യം പറയാനാ യോഗ്യം നടക്ക കാര്യമായിട്ട് അവിടെ പണി ക്ലിപ്പ് ഉണ്ടാക്കലാണ്. അപ്പൊ പിന്നെ നിങ്ങളില്ലാതെ ഇനി അവിടെ മുന്നോട്ട് പോകൂല. അവരെ മുഷാവറ ഒരു കാര്യം തീരുമാനിച്ചാലേ അത് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ക്ലിപ്പ് പുറത്തു വരണല്ലോ. കാര്യമായിട്ട് എന്തായാലും ഇതൊക്കെ ഒരു ക്ഷണം ഇവിടുന്ന് ഉണ്ടാവുന്നതിന്റെ കാര്യത്തിൽ സംശയമല്ല. ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരും. അത് വളരെ ശരിയാണ്. കാരണം പേരോട് പണ്ടേ പറയലുണ്ട്, ഓരോരുത്തർ പറ്റുന്ന പണിയുള്ള ആളെ വിളിക്കണം. എഞ്ചിനീയറെ, ബിൽഡിങ്ങിന്റെ കാര്യം പിന്നെ ശരിയാക്കാൻ എഞ്ചിനീയറെ വിളിക്കണം. അതുപോലെ തന്നെ പിന്നെ രോഗം മാറ്റാൻ ഡോക്ടറെ വിളിക്കണം. അതുപോലെ ക്ലിപ്പിന്റെ കാര്യത്തിൽ അത് സുനിസം പറഞ്ഞ വളരെ ശരി തന്നെ. ഏതായാലും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കാര്യത്തിൽ അവരെന്നെ വിളിച്ചതിൽ തെറ്റില്ല, അല്ല വിളിക്കാൻ പോകുന്നതിൽ തെറ്റില്ല, കുഴപ്പമില്ല. ഏതായാലും ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരിക. അപ്പൊ ഹാഫിൽ അബ്ദുൽ ഹക്കീം മുസ്ലിയാര്, ഹാഫിൽ ഉസ്താദ് എന്ന് പറയുന്ന ഹാഫിൽ, സത്യത്തിൽ ഈ ഹാഫിലിന് ആരായിരുന്നു രംഗപ്രവേശനം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഹാഫിലിനെ ഇവിടെ രംഗപ്രവേശനം ചെയ്തത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആരും ഓർമ്മയുണ്ടോ? അല്ല, കേരളത്തിൽ അദ്ദേഹം ഔദ്യോഗികമായി അറിയപ്പെടുന്ന രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞുതരാം. പൂനൂരിൽ കാന്തപുരത്തിന്റെ ഓമനപുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തുന്ന സ്ഥാപനം ഇല്ലേ? മൈക്ക് വേണോ? അസ്ഹരി ഉസ്താദ് മൈക്ക് വേണോ നിങ്ങൾക്ക്? മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം.
അസ്സലാമു അലൈക്കും ജിഷാൻ, ഞാൻ രാമന്തളി തന്നെയാണ്. പിന്നെ ഒരു മിനിറ്റ് നിങ്ങളെ ശല്യം ചെയ്ത സോറി. എന്തായാലും നൗഷാദ് സാഹിബ് പറഞ്ഞ കേട്ടു. അത് നിർബന്ധമായും ഒരു ആവശ്യം ഞങ്ങൾക്ക് കൂടി പറയാനുണ്ട്. നൗഷാദ് സാഹിബ് പറഞ്ഞത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഈ ഇത്രയും ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് ക്ലിപ്പ് സമസ്ത എന്ന ഒരു സമസ്തയുമായാണല്ലോ നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ KCR-ലെ ഇത് കേൾക്കുന്ന പ്രവർത്തകർക്കും പണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു പ്രവർത്തകർ എന്നുള്ള എനിക്കും വളരെ കൃത്യമായിട്ട് ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ട്. AP വിഭാഗത്തോടാണ് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളെ പണ്ഡിതന്മാരുടെ അറിവും നിലവാരവും വിവരമൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിയിൽ നിങ്ങളുടെ AP വിഭാഗം മുഷാവറയിലേക്ക് ക്ലിപ്പുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജിഷാൻ മാഹിയെ തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. കാരണം ജിഷാൻ മാഹിയാണ് വരുന്നതെങ്കിൽ സത്യസന്ധമായ ക്ലിപ്പുകൾ വരും. അത് കാന്തപുരത്തിന് തന്നെ ഗുണപ്പെടും. അല്ലാതെ വന്നാൽ മറ്റുള്ള ആളുകളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ പലപ്പോഴും അവിടെ പൊന്മുളിയുടെ ആളുകളും മറ്റൊക്കെ ആയ തിരിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുര ബോക്കർ മുസ്ലിയാർ തന്നെ പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്ത് ജിഷാൻ മാഹിയെ നിങ്ങളെ മുഷാവറയിലേക്ക് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ക്ലിപ്പ് മുഷാവറയാണല്ലോ. നിങ്ങൾ തന്നെ പേര് കൊടുത്ത പിന്നെ ജിഷാൻ മാഹിയെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അത് ക്ലിപ്പ് ആക്കി കഴിഞ്ഞാൽ CD ആക്കി വിൽപ്പന നടത്താൻ നിങ്ങളെ ഭാഷയിൽ CD കച്ചവടക്കാരനായ ഞാനും വരാം. അപ്പൊ നിങ്ങളെ സമസ്ത കുശാൽ. അസ്സലാമു അലൈക്കും. അടച്ചോനെ, ഇങ്ങനെയൊന്നും പറഞ്ഞ് ചിരിപ്പിക്കല്ലേ റബ്ബേ. ഏതായാലും പേരോട് പറഞ്ഞു ഞാൻ പറയുന്നത്, ഓരോന്നിന് തെങ്ങുമ്മ കയറുന്നവനെ വിളിക്കണം. തെങ്ങുമ്മ കയറാൻ വേണ്ടിയിട്ട് മീൻകാരനെ വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ക്ലിപ്പ് ഏതായാലും കാന്തപുരത്തിന്റെ ഇറങ്ങിയ ക്ലിപ്പിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് എന്താണ് രാമന്തള ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു റിയാലിറ്റിയും അതുപോലെ തന്നെ റിയലും ആയിട്ട് വരണം. ക്ലിപ്പില് കിതാബിൽ നിങ്ങൾ തിരിമറി നടത്തിയതുപോലെ, അതുപോലെ തന്നെ മറ്റു പല സനദിൽ വ്യാജം നിർമ്മിച്ചതുപോലെ ക്ലിപ്പിന്റെ വിഷയത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതിന് എന്റെ ഏതായാലും ക്ലിപ്പിന്റെ ഷേഖ് അല്ല, എനിക്കൊരു സംശയമുണ്ട്. പിന്നെ സുന്നിസം മുരീദ് ഷെയ്ഖും മുരീദൊന്നും ഇല്ലാന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പൊ എന്റെ മുരീദായിട്ട് ഇപ്പൊ ഇവരെ എങ്ങിയിരിക്കോ? ക്ലിപ്പിന്റെ ഷെയ്ഖായിട്ട് ഞാനാകുമ്പം അത് മുരീദന്മാരായിട്ട് പൊന്മള അവിടെയും കത്തിവെക്കുവോ? ക്ലിപ്പിന്റെ ഷെയ്ഖന്മാരുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു, കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ഫത്വ കൊടുക്കുവോ? അല്ലാഹു അലം. ഏതായാലും കാത്തിരുന്ന് കാണാം. ഏതായാലും ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇത് ഇവരുടെ ചോദ്യം നൗഷാദ് ഹസനിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എന്ന് പറയുന്ന ഹാഫിദ്, ഈ ഹാഫിദിന്റെയും ചോദ്യം എന്താണ്? ഇവരോട് ഏപ്പിക്കാരോട് ചോദിക്കാണ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ശർഇനെതിരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഈ കുരുവട്ടൂരിൽ ഒരു മുഖാമുഖം നടത്തി, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. കുറച്ച് ഒരു മാസം, ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാരും കൊളത്തൂർ അലവി സഖാഫിയും മുഖാമുഖത്തിൽ പങ്കെടുത്തു. അവിടെ ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോൾ സത്യത്തിൽ കൊളത്തൂർ അലവി സഖാഫി നന്നായി വിയർത്തു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ്, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് ഇപ്പം പോയി, അത് ഉസ്താദ് പറഞ്ഞ വിഷയമാണ്, അതുകൊണ്ട് ഉസ്താദിനോട് തന്നെ ചോദിച്ചാൽ അതിന്റെ മറുപടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഹാഫിദിനെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോ എന്തായി? അവിടുന്ന് തടിയെടുത്തു. ഞാൻ ഒന്നുകൂടി പറയുന്ന വാചകം അടിവരക്കിട്ടോ സുഹൃത്തുക്കളെ. ഇനിയിപ്പോ നാളെ ഞാനൊരു ഹാഫിദിന്റെ ആളായിട്ട് എന്നാരും മുദ്ര കുത്തണ്ട. ഞാനൊരു ഹാഫിദിന്റെ ആളുമല്ല. ഇപ്പൊ ഞാൻ ഹാഫിദുമായിട്ട് ഞാൻ ബന്ധപ്പെടാറില്ല. മുമ്പ് അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട് എന്നാ നേരത്തെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ എന്നിട്ട് ഈ ഹാഫിദിനെതിരെ ഇവരെ മുഷാവറ ഒരു തീരുമാനം പറഞ്ഞു. ആദ്യത്തെ മുഷാവറയിലെ തീരുമാനം എന്തായിരുന്നു? ഹാഫിദിന്റെ വാക്കുകളിൽ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ചില നിഗൂഢതകളും അവ്യക്തതകളും ഉള്ളതിന്റെ കാരണത്താൽ എന്ത് പ്രവർത്തകന്മാർ അതിൽ നിന്ന് വിട്ടു നിൽക്കണോ? ശരിക്കും കേൾക്കണേ, വിട്ടു നിൽക്കണോ? അപ്പൊ ഈ ഒരു ഫത്വ വന്നപ്പോ, ഇത് സംഭവം ഞാൻ തമാശക്ക് വേണ്ടി പറയല്ല, കാര്യത്തിൽ പറയാം. ഹാഫിളുമായി വിട്ടു നിൽക്കണം എന്നുള്ള ഒരു ഫത്വ ഇവരെ മുഷാവറ പുറപ്പെടുവിച്ചതിന് ശേഷം പല ഏപ്പിക്കാരായ സജീവ AP അനുഭാവികളും അതുപോലെ തന്നെ സജീവ AP ഭക്തന്മാരായ ആളുകളും
ഹാഫിലിന്റെ അടുക്കൽ പോകുന്നത് ഞാൻ മനസ്സിലാക്കുകയും അതിൽപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, അല്ലടോ, നിങ്ങളെ കാന്തപുരം വിഭാഗത്തിന്റെ മുശാവറ തീരുമാനം പറയുന്നു ഹാഫിലിന്റെ അടുത്തുനിന്ന് വിട്ടു നിൽക്കണോ, നിങ്ങൾ അവിടെ ഹാഫിലിന്റെ അടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അയാളെ മറുപടി നിങ്ങൾക്ക് കേൾക്കണം സുഹൃത്തുക്കളെ. ആ എപിക്കാരൻ അന്ന് മറുപടി എന്നോട്, ഞാൻ മുശാവറയുടെ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്, ഹാഫിലിന്റെ അടുത്ത് പോയാൽ കുറച്ച് വിട്ടിച്ച് തന്നെയാണ് നിൽക്കാറ്. കേട്ടോ, ഹാഫിലിന്റെ അടുത്ത് പോയാൽ വിട്ടിച്ച് തന്നെയാണ് നിൽക്കാറ്, തൊട്ടടുത്ത് നിൽക്കാറില്ല എന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഇവരെ മുശാവറക്ക് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ ആലോചിച്ച്. ഇപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ചെനി ഉസ്താദും അതുപോലെ തന്നെ കോയക്കുട്ടി ഉസ്താദൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് സമസ്ത ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് 100% ഫോളോ ചെയ്യുന്നതിൽ തർക്കമില്ല. പക്ഷേ ഇതിന്റെ ഈ വിഷയം പറയുന്നത് ഇത് ഇന്നലെ നടന്നതല്ല, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഈ വിഷയം ഇത്ര തീവ്രമാകുന്നതിന് മുമ്പ് ഇതെന്നോട് പറഞ്ഞത് മരിച്ചുപോയ STV റൂമിന്റെ എല്ലാമായിരുന്ന ഒരു സൂപ്പർ അഡ്മിൻ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ചെറുതാക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേരിവിടെ പറയുന്നില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു, ഹാഫിദിന്റെ അടുത്തുനിന്ന് കുറച്ച് വിട്ട് നിൽക്കാനാണ് നമ്മുടെ മുശാവറ പറഞ്ഞത്, അത് ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഹാഫിദ് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ച് വിട്ടിട്ട് തന്നെ നിൽക്കാറുണ്ട്. അപ്പോ ഈ ഒരു തോതിലാണ് ഇവരുടെ മുശാവറയുടെ തീരുമാനങ്ങൾ ഇവരുടെ സജീവ പ്രവർത്തകന്മാരാകുന്ന ആളുകൾ പോലും ചെയ്യുന്നത് എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ച, അതെ, ക്ലൂ ഒന്നുമില്ല ഇവിടെ. ക്ലൂവിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് പിന്നെ ഇസ്തിഖാമ. അപ്പോ ഏതായാലും അറിഞ്ഞവർക്കറിയാം, അറിയാത്തവർക്ക് മൗനമായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പൊ സത്യത്തിൽ ഹാഫിള് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഇപ്പോ നൗഷാദ് ബാക്കവിയെ പോലെ അല്ലെങ്കിൽ കബീർ ബാക്കവിയെ പോലെ അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനല്ല. എന്നിട്ടും അദ്ദേഹത്തിന് AP ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള പല ആളുകളെയും പിടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറുഭാഗത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലെയുള്ള സംഘടനാവാദികൾ മൊത്തത്തിൽ സമ്മർദ്ദം ചെലുത്തി മുശാവറയുടെ ഒരു തീരുമാനം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചതിന് ശേഷം എന്നിട്ട് പോലും ഇവർക്ക് ഈ വിഭാഗത്തെ പിടിച്ചുകെട്ടാൻ സാധിക്കാതെ വന്നപ്പോ സത്യം പറഞ്ഞാൽ അവസാന കൈ പൊടിക്കൈ എന്നുള്ള നിലക്ക് ക്ലിപ്പ് ആക്കല് എനിക്കിഷ്ടമല്ല. ക്ലിപ്പ് ചെയ്യലും പ്ലേ ചെയ്യിക്കലും അതുപോലെ തന്നെ ക്ലിപ്പിംഗ് സംസ്കാരം അത് നമ്മൾ മാറ്റിവെക്കണം എന്ന് പാസാക്കിയ ഒരു സംഘടന അവസാനം ആ ക്ലിപ്പിംഗ് സംസ്കാരത്തിലേക്ക് തിരിച്ചു വന്നു. അത് നമ്മളെ മാതിരി ലോക്കൽ ക്ലിപ്പല്ല, നമ്മളെ മാതിരിയുള്ള സാധാരണക്കാരന്റെ ക്ലിപ്പല്ല, മുശാവറയുടെ ക്ലിപ്പ് ആക്കിയിട്ട് അത് സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തു വിട്ടുകൊണ്ട്, കാരണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതും അതുപോലെ തന്നെ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതും സ്വീകരിക്കാൻ അണികൾ തയ്യാറാവാത്ത ഒരു ഗതികേട് വന്നപ്പോ അങ്ങനെയുണ്ടല്ലോ പൊന്മളിയും പേരോടും അവിടുത്തെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് പറ ഉസ്താദെ പറയാതെ ഞങ്ങൾ വിടൂല ഈ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് മുശാവറയിൽ തന്നെ. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ഇത് വേണമെങ്കിൽ കാന്തപുരത്തിന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ഈ വിഷയം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലേ? അദ്ദേഹം എത്ര വേദികളിൽ പങ്കെടുക്കുന്ന ആളാ, അദ്ദേഹം എത്ര സ്റ്റേജുകളിൽ പങ്കെടുക്കുന്ന ആളാ. അപ്പൊ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് കാന്തപുരത്തിന് പറഞ്ഞാൽ സത്യത്തിൽ മതിയായിരുന്നല്ലോ. സത്യത്തിൽ ഇവര് മുശാവറ കൂടിയ തന്നെ ഈ വിഷയം പറയാനാ കാര്യമായിട്ട്. നിങ്ങൾ കരുതേണ്ട വേറെ മുശാവറക്ക് വേറെന്ത് തീരുമാനം? വേറെ ഇവിടെ എന്താ പിന്നെ ആകാശം പൊട്ടി വീഴാനിരിക്കുന്നോ മുശാവറ പെട്ടെന്ന് കൂടാനുള്ള ഒരേ ഒരു കാരണം ഹാഫിളിനെ അതുപോലെ തന്നെ നൗഷാദ് ഹസനിയെ ഒതുക്കാൻ എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കാരണം സ്റ്റേജിൽ വെച്ച് കാന്തപുരം ഈ പറയുന്ന നൗഷാദ് ഹസനിയെയും അതുപോലെ തന്നെ ഹാഫിളിനെയും നിങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹാഫിളിന്റെ ആൾക്കാർ തിരിച്ചടിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയും എന്തെന്ന്, അല്ല ഇതിപ്പോ AP ഉസ്താദ് ഏതോ ഒരു സ്റ്റേജുമെന്ന് പറഞ്ഞല്ലേ, അത് നമ്മളെ മുശാവറയുടെ തീരുമാനമല്ല,
എന്നൊക്കെ പറഞ്ഞു കളയുമെന്നുള്ള ബേജാറ് കൊണ്ടായിരിക്കണം വലത്ത് ഭാഗത്ത് സൈന്യങ്ങൾ ഇരിക്കുന്നത് പോലെ അതിനുള്ളിൽ ബന്ധസ്ഥനായി ഇരുന്നു കൊണ്ട് കാന്തപുരം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് കാന്തപുരത്തെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാന്തപുരം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ സുന്നിസം പ്ലേ ചെയ്യിപ്പിച്ച ക്ലിപ്പുകളൊക്കെ കേട്ടു. അവരുടെ പ്രധാന റോള് വഹിക്കുന്ന ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ഞാൻ ചോദിച്ച ചോദ്യത്തെ നിഷേധിക്കുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തെ അദ്ദേഹം നിഷേധിക്കാതെ പേരോട് റഹ്മാൻ സഖാഫി പണ്ട് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഏത് തിരികേശം ആയാലും ആയില്ലെങ്കിലും ഞാൻ ബഹുമാനിക്കും എന്ന് പറഞ്ഞല്ലോ. ആയാലും ആയില്ലെങ്കിലും മർക്കസിലെ മുടി തിരികേശം ആയാലും ആയില്ലെങ്കിലും ഞാൻ ബഹുമാനിക്കും എന്ന് പറഞ്ഞ ആ ഒരു ശൈലിയിൽ ഈ പറയുന്ന ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി മറുപടി പറഞ്ഞെങ്കിൽ ഇവർക്കുള്ളിലുള്ള ഗ്രൂപ്പിസം ഇൻഷാ അല്ലാഹ്, കാരണം മുസ്ലിം ഉമ്മത്തിനെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇവിടെ വിദ്വേഷം അതുപോലെ തന്നെ ഇവിടെ പിളർപ്പ് ഉണ്ടാക്കി വെച്ച കക്ഷികൾ ഇന്ന് പരസ്പരം പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കാന്തപുരം പറയുമ്പം സത്യത്തിൽ ഞാനിങ്ങനെ ചിരിച്ചുപോയി. ഞാനെന്താ ചിരിച്ചേന്നോ? എന്താ ചിരിച്ചേ? ആർക്കെങ്കിലും മനസ്സിലായോ എന്താ ചിരിക്കാൻ കാരണം? കാരണം ഹാഫിദിനോട് പറയാണ്, ഹാഫിദ് മൊയ്‌ലിയാരെ നിങ്ങളെ വിരലിന് ചെറിയ ഒരു ഉളുക്കുണ്ട്, നിങ്ങളെ വിരലിന് ചെറിയ ഒരു ഉളുക്കുണ്ട്. ആര്? കാന്തപുരം മുസ്ലിയാർ. അത് പറയുമ്പോ മറുഭാഗത്ത് പൊന്മളയുടെ കാലുമേൽ വലിയ മന്ത്, പേരോടിന്റെ കാലുമേൽ അതിലും വലിയ മന്ത്. ഏത് മന്ത്? ഹബീബായ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാകുമെന്ന് പറഞ്ഞ വലിയൊരു മന്ത് പേരോടിന്റെ കാലുമേൽ കെട്ടിവെച്ചിട്ട് മറുഭാഗത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതാ മുഅ്ജിസത്ത് മുറിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരികേശം അത് വഫാത്തിന് ശേഷം കത്തും എന്ന് പറഞ്ഞ ആ ഒരു വലിയ മന്ത്. ഈ രണ്ട് മന്ത് രോഗികളെ വലത്തും എടുത്തും ഇരുത്തിയിട്ടാണ് കാന്തപുരം പറയുന്നത് എന്തെന്ന്? ഹാഫിദിന് പല വിഷയങ്ങളിലും ശറഇന് ശരീഅത്തിന് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് ഹാഫിദിയാക്കൾ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് മക്കളെ, അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. എന്നാ പറഞ്ഞ വിഷയം കഴിഞ്ഞല്ലോ. എന്നിട്ട് പൊന്മളയെയും പേരോടിന്റെയും വിഷയം ഖമ എന്ന് തൊടാതെ നിങ്ങൾ മനസ്സിലാക്കണം. സത്യത്തില് ഹാഫിദ് വിഷയം കേരളത്തിൽ ഒരു ആഗോള പ്രതിഭാസമായിട്ട് നടക്കുന്ന വിഷയമല്ലല്ലോ. കേരളത്തിൽ ഒരു ചെറിയൊരു വിഭാഗമാണ് ഈ AP വിഭാഗത്തിന് ഉള്ളിലുള്ള ഒരു ചെറിയ വിഭാഗമാണ് ഈ ഹാഫിദ് വിഭാഗം അല്ലേ? ഈ ഹാഫിദ് വിഭാഗത്തിന്റെ വിഷയം ഇവരെ മുശാവറ ഇത്ര വലിയ കൂലങ്കശമായി ചർച്ച ചെയ്ത് മണിക്കൂറുകൾ മുശാവറ ചേരുന്നതിന് മുമ്പ് തീരുമാനങ്ങൾ ഇവർ കാന്തപുരത്തെ അടിച്ചേൽപ്പിച്ചു. ആ തീരുമാനം കാന്തപുരത്തെ കൊണ്ട് വായിപ്പിച്ചു. മൈക്ക് വേണോ? അതെ, ഒരു 0.1%. ഏതായാലും അമീർ കണക്കൊക്കെ കൂട്ടിക്കോളി. എനിക്ക് കണക്കൂട്ടാൻ നേരെയില്ല, ഉള്ള വിഷയം തന്നെ പറഞ്ഞാൽ തീരുന്നില്ല, അതുകൊണ്ട് കണക്കൂട്ടുന്നില്ല. ഏതായാലും ഇപ്പൊ പേരോടും പൊന്മണിയും പറഞ്ഞ് എത്ര വിധത്തിന്റെ ആശയങ്ങള്, എത്ര പുത്തൻ വാദങ്ങള്, എന്തെല്ലാം പിഴവുകള്, അത് സ്പർശിക്കാൻ ഇവരെ മുശാവറക്ക് സാധിക്കുന്നില്ല. ഇവരെ മുശാവറ നിങ്ങൾ ആലോചിക്കണം. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിളക്കിന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോ ഇവരെ പല മുസ്ലിയാക്കന്മാരെയും വിളിച്ചു. നിങ്ങൾ ആലോചിക്കണം. ഒരു മനുഷ്യൻ ശിർക്കിലേക്ക് വഴിമാറുന്ന വിഷയം, അല്ലെങ്കിൽ ശിർക്കുമായി ബന്ധപ്പെടുന്ന വിഷയം, അല്ലെങ്കിൽ മറ്റുള്ള മതക്കാര് അവരുടെ ആചാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിഷയം, അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇവിടെ തന്നെ റൂമിൽ അത് പ്ലേ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിച്ചപ്പോ ഒരാൾക്കും മറുപടി പറയാനില്ല. എല്ലാരും ഇതിപ്പോ പറയില്ല. അതിൽ ഏറ്റവും രസം മരിച്ചുപോയ റൂമുണ്ടല്ലോ, STV റൂം, അതിൽ കാഴ്ചക്കാരനായിട്ട് ഇരിക്കുന്ന ഒരാളുണ്ട്. കാഴ്ചക്കാരന്റെ റോളിൽ ഇരിക്കുന്ന ഒരാള് പറയാണ് അത് ഇപ്പം പറയാനായിട്ടില്ല. എപ്പാ പറയാ? ഇതെന്താ ഇത്? സ്റ്റോക്ക് മാർക്കറ്റോ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ? എപ്പാ ഇത് പറയാ? എന്തിനാടോ ഒരു ക്ലാസ് റൂം തുറന്നു വെക്കുന്നത്? ദീനിന്റെ വിഷയം, ഇസ്ലാമികപരമായ വിഷയങ്ങൾ ചോദിച്ചിട്ട് പറയാൻ പറ്റാതെ ഇപ്പം പറയാനായിട്ടില്ല. എപ്പാ പറയില്ല? കാരണം വേറൊന്നല്ല, ഇവര് ശശിയായി. കാരണോ
പണ്ട് പേരോട് റഹ്മാൻ സഖാഫി മേലുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കൽ മൂപ്പരങ്ങ് പ്രസംഗിച്ചതിന് ശേഷം കുട്ടി മൊല്ലമാരെ ഏറ്റെടുത്തു. കുട്ടി മൊല്ലമാരെ ഏറ്റെടുത്തിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു ക്ലാസ് റൂമിൽ ചോദ്യം ചോദിക്കാൻ വിടുന്ന ആള് നമ്മളാൾക്കാരാന്ന് ഇവർക്ക് തിരിയുന്നില്ലല്ലോ. അപ്പൊ ചോദിച്ചപ്പോ അവിടെയുള്ള കാഴ്ചക്കാരൻ മൗലവിയുടെ മറുപടി, റസൂലുള്ളാഹിക്ക് നേലുണ്ട്, കാരണം അബൂദാവൂദിന്റെ ഹദീസിൽ എങ്ങനെയുണ്ട്, അബൂദാവൂദിന്റെ ഹദീസിലുള്ളത്, ഹദീസിന്റെ കിതാബ് തന്നെ വേറെ പറഞ്ഞത് മാറിയത് ഇരിക്കട്ടെ ഏതായാലും. എന്നിട്ട് മൂപ്പര് ഇതൊക്കെ പറഞ്ഞ അവസാനം പേരോടിന്റെ ഒരു വയല്, സഹോദരന്മാരെ എന്റെ പേരിൽ ആരോപണം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്റെ പേരിൽ ആരോപണം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പേരോട് വയല്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചങ്ങാതിണ്ട് ഓൺലൈനിൽ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു പത്തപ്പിരിയത്ത് ഉള്ള ഒരു പാവം സുഹൃത്ത്, അദ്ദേഹം പേരോടിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ നിഴലിന്റെ വിഷയം ലില്ല് എന്ന് ഹദീസിലില്ലേ? അപ്പൊ എനിക്ക് ചിരി വരുന്നു, കാരണം പേരോടിനെ അടുത്തറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂളൽ എന്തിന്റെ മൂളലാന്ന് എനിക്കറിയാലോ. കാരണം എടാ വെക്കടാ ഫോണ് എന്ന് പറയാനൊരു മടി, കാരണം ഇവനിങ്ങനെ ചോദിക്കാണ്, ഉസ്താദെ അവിടെ ലില്ല് എന്ന് ഹദീസിലില്ലേ? അന്നേരം മൂപ്പരിങ്ങനെ അല്ല ഉസ്താദെ അത് നമുക്ക് ഈ വിഷയം മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ മൂപ്പര് അവസാനം പറഞ്ഞു, നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട, അതിന് പണ്ഡിതന്മാര് തീരുമാനിക്കട്ടെ. അങ്ങനെ മൂപ്പര് അവസാനം ശശിയായി. അപ്പോ പേരോട് ഇത് പറഞ്ഞതിന്റെ പേരില് കാഴ്ചക്കാരൻ മൗലവി അടക്കമുള്ള ആളുകൾക്ക് നല്ല പാടുണ്ട്. കാരണം പേരോട് പറഞ്ഞതിന്റെ പേരിൽ തിരുകേശം തിരുനിഴൽ എന്ന വിഷയത്തിൽ സംവാദം നടത്തിയ കക്ഷികളാണ് ഈ എപ്പിക്കാര്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടില്ലേ, അബ്ദുൽ സമദ് അൻവരി എന്ന് പറയുന്ന അൻവരി സമദ് അൻവരിയുമായിട്ട് ഏതോരു ഉദ്യോ ഏതൊരു സാരിയോ ഏതൊരു എപ്പിക്കാരൻ അദ്ദേഹം ഒരു സംവാദം നടത്തി. വിഷയത്തിന്റെ പേര് വെക്കണം, തിരുനിഴൽ. ഇപ്പൊ എല്ലാത്തിന്റെ മുമ്പിൽ ഒരു തിരുകൂട്ടല. ഇനി എന്തെല്ലാം ഇപ്പൊ തിരുലിവാത്ത്, സിന, എന്തൊക്കെയാണ് ഇപ്പൊ ഇവര് തിരുകൂട്ടിയിട്ട് ചേർക്കുന്നതെന്ന് അറിയില്ല, അള്ളാഹു ആക്കട്ടെ. അപ്പോ പച്ചയായ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഒരു തിരു കൂട്ടിയിട്ട് തോന്നിവാസങ്ങൾ പറയാം. എന്നിട്ട് ഇതൊക്കെ ചെയ്ത പേരോടിന് ഇരുത്തിയിട്ടാണ് മുഷാവർ തീരുമാനമെടുത്തത്. അല്ലയോ ഈ പ്രായം ചെന്ന ആലിമ്യങ്ങളെ ഞാൻ ചോദിക്കാം, ഞാൻ അതിലുള്ള ഒരുപാട് നിഷ്കളങ്കമായി അവർക്ക് വാട്സപ്പും ഓൺലൈനും ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളെ ഞാൻ മാറ്റി നിർത്തുക. അവരോട് എനിക്കൊരു പരിഭവമില്ല. കാരണം ഇവരൊക്കെ മാന്യന്മാരും ഇവരൊക്കെ സത്യസന്ധന്മാരും ഇവരൊക്കെ ഇൽമിന്റെ നിറകുടമാണെന്ന് വിശ്വസിച്ചിരുന്ന, ഏതായാലും ഒരു സന്തോഷ വാർത്ത ഇത് കേൾക്കുന്ന ഏപ്പിക്കാരോട് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോ നമ്മുടെ സുഹൃത്ത് നൗഷാദ് അശ്വനി എന്താക്കുന്ന നിങ്ങൾ അറിയോ? നൗഷാദ് അശ്വനിയുടെ കാര്യമായ പരിപാടി എന്താ നിങ്ങൾ അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ അറിയിച്ചു തരാം. 4.5 മണിക്കൂർ പേരോടിന്റെ ക്ലിപ്പ് ഒരു 400 ക്ലിപ്പ് ആക്കി ചെറിയ ക്ലിപ്പാക്കിയിട്ട് അത് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് നൗഷാദ് അശ്വനി. അതുകൊണ്ട് പേരോടിനോട് പറയാനുള്ളത്, ഇനി നിങ്ങളെ ട്രൗസർ കഴിക്കുന്ന പരിപാടികളാണ് വരുന്നത്. നിങ്ങൾ 4.5 മണിക്കൂറിൽ പറഞ്ഞ വിഷയം ഇൻഷാ അല്ലാഹ് ഓരോ പഞ്ചായത്തുകളിലും ഓരോ മഹല്ലത്തുകളിലും ഇതാ ജനങ്ങൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങളെ മുസാവറയെ പറ്റി പറഞ്ഞ സംസാരം, നിങ്ങളെ കൂട്ടത്തിലുള്ള മുസ്ലിയാക്കന്മാരെ പറ്റി പറഞ്ഞ സംസാരം, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പറയും, എന്താ പറയാ, 40 അംഗ മുസാവറയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു പാവപ്പെട്ട പ്രവർത്തകനാണ്. സത്യത്തിൽ ഈ പറഞ്ഞ വാക്കുകളിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. കാരണം ഈ മുസാവറയിലുള്ള ആളുകൾ അവർ എന്തിനു പറ്റും? കമാലിയ വിഷയം വന്നപ്പോ ആരാണുണ്ടായത്? ഞാൻ. അതുപോലെ തന്നെ ചേകനൂർ വിഷയം വന്നപ്പോ ആരാണുണ്ടായത്? ഞാൻ. അതുപോലെ തന്നെ കാന്തപുര ഉസ്താദ് പലപ്പോഴും കുണ്ടിലേക്ക് വീണപ്പോൾ ആരാണ് കൈപിടിച്ച് കയറ്റിയത്? ഞാൻ. ആരാണ് ഈ ഞാൻ? അത് ഇൻഷാ അല്ലാഹ് നൗഷാദ് അശ്വനി ക്ലിപ്പിന്റെ രൂപത്തിൽ നിങ്ങളിട്ട് കേൾപ്പിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളി. ഞങ്ങൾ ഇടപെടുന്നില്ല, ഇതൊന്നും ഇടപെടുന്നില്ല. നിങ്ങൾ തീരുമാനിച്ചോളി. ഞാനും ഇൻഷാ അല്ലാഹ് നൗഷാദ് സാഹിബും അമീറും ഈ KSRലുള്ള ആളുകളൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളികൾ കാണുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാർത്തെടുത്ത, നിങ്ങൾ പഠിപ്പിച്ച സംവാദ വേദിയിലേക്ക് പറഞ്ഞയച്ചാം നൗഷാദ് അശ്വനി. ഇനി പൊന്മള മാത്രമല്ല, പേരോടും കൂടി രംഗത്ത് വരട്ടെ, രംഗത്തെല്ലാരും വരട്ടെ.
കാരണം നൗഷാദ് അശ്വിനി കുറെ കാലം പേരോടിനെതിരെ മാത്രം, പൊന്മളക്കെതിരെ മാത്രം പ്രസംഗിച്ചു. അപ്പൊ പേരോടിന് തോന്നി എന്നെ പറ്റി എന്താ പറയാത്തത്, അപ്പൊ എന്നെ പറ്റി പറയാൻ അപ്പൊ എന്ത് ചെയ്യണം? മൂപ്പർക്ക് സ്വന്തമായിട്ട് മറുപടി പറയാൻ ധൈര്യം കൂടിയിട്ട് മൂപ്പർക്ക് കഴിയുന്നില്ല. മൂപ്പർക്ക് സ്വന്തമായിട്ട് പരിപാടി നടത്താൻ മൂപ്പർക്ക് ധൈര്യം കൂടുതലുള്ളതുകൊണ്ട് സാധിക്കുന്നില്ല. അപ്പോ ഏതായാലും കാന്തപുര ഉസ്താദിനെ കൊണ്ട് ഒരു തിരിപ്പ്, ഈ ഹാഫിദിനും നൗഷാദ് അശ്വിനിക്കും എതിരെ ഒരു തിരിപ്പ് കൊടുക്കാമെന്ന് മനസ്സിലാക്കി പേരോട്, അതുപോലെ തന്നെ മാളിയേക്കൽ സക്കാഫി ഈ നിങ്ങൾ മുഷാവറയിൽ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അവരൊന്നും ഇതിന്റെ ഒക്കെ പ്രധാന റോള് വഹിച്ചിരിക്കുന്നത് മാളിയേക്കൽ സുലൈമാൻ സക്കാഫിയാണ്, അല്ലേ? സുന്നിസം നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിൽ പിന്നെ മാളിയേക്കൽ സുലൈമാൻ സക്കാഫിയെ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ ബുദ്ധി കേന്ദ്രവും പേരോടിനും പൊന്മളക്കും പറയാനുള്ള ആശയങ്ങൾ കാന്തപുരത്തിന്റെ ചെവിയിൽ എത്തിക്കുന്ന റോള് മാളിയേക്കൽ സുലൈമാൻ സക്കാഫിക്കാണ്. അത് അടിവരട്ടോളി, അത് നോട്ട് ചെയ്ത് വെച്ചോളി, ഇനി മറന്നുകൊണ്ടാ. നിങ്ങൾ സുന്നിസം വിചാരിക്കുന്ന പോലെ പേരോടിനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയിട്ട് പേരോട് ഉസ്താദെ ഇങ്ങനെ പോയിട്ട് പറയലല്ല, അല്ലെങ്കിൽ പൊന്മളക്കെന്തെ പറയാനുണ്ടെങ്കിൽ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് പൊന്മളയും പറയാറല്ല. ഇവര് രണ്ടുപേർക്കുള്ള പോസ്റ്റ്മാനാണ് മാളിയേക്കൽ സുലൈമാൻ സക്കാഫി. കാണാൻ പാവാണ് മുപ്പര് രംഗത്ത്, വല്ലപ്പോഴും കേരള യാത്രയിൽ അനൗൺസ്മെന്റിനൊക്കെയാണ് കാണാറുള്ളൂ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് തെളിവ് സഹിതം ഓരോന്ന് പുറത്തു വരാനുണ്ട്. അപ്പോ ഇത്ര പച്ചയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളും പണ്ഡിതന്മാരും പറഞ്ഞ ആദർശങ്ങൾക്കെതിരെ പരസ്യമായി പ്രസംഗിച്ച സെക്രട്ടറി വലതുഭാഗത്തും പ്രസിഡന്റ് മുജ്ജത്ത് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തിരുകേശം കത്തുമെന്ന് പറഞ്ഞ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇങ്ങേപ്പുറം ഇരുത്തിയിട്ട് കാന്തപുരത്ത് ഇത് വായിക്കുമ്പോ സത്യത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആർക്കും ഒരു മനസാക്ഷി കുത്തുണ്ടായില്ലല്ലോ. കാരണം കേരളത്തിലുള്ള വേദികളിൽ മുഴുവൻ ഹനീഫ മൗലവി കായക്കുടിയും അനസ് മൗലവിയും അതുപോലെ തന്നെ ഫൈസൽ മൗലവിയും കേരളത്തിലെ മുഴുവൻ മൗലവിമാരും ഇതിങ്ങനെ ഒരു മുഖ്യ പ്രമേയമായി പ്രസംഗിച്ച് നടക്കുമ്പോ അതാ പൊന്മള പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ അടുത്ത് നൗഷാദ് അശ്വിനിയുമായി നടത്തിയൊരു സംവാദത്തിൽ കായക്കൊടി ഹനീഫ മൗലവിയുടെ മുഖ്യ ചോദ്യം തന്നെ പൊന്മളയായിരുന്നു. നമ്മളൊക്കെ കേട്ടല്ലേ? അതിന്റെ ക്ലിപ്പ് ഏതേലും സ്ഥലം അത് ഇവിടെ മലപ്പുറം ജില്ലയിൽ നടന്നൊരു സംവാദം ഇല്ലേ, ചേലേമ്പ്ര സംവാദങ്ങൾ എടുത്തു നോക്കി, യൂട്യൂബിൽ എടുത്തു നോക്കി. ഇത് വെറുതെ പറയല്ല. ഈ ചേലേമ്പ്ര സംവാദത്തിലടക്കം നൗഷാദ് അശ്വിനിയും അതുപോലെ തന്നെ ഹനീഫ മൗലവി കായക്കൊടിയും തമ്മിൽ നടന്ന സംവാദത്തിൽ മുഖ്യ പ്രമേയം പൊന്മളയായിരുന്നു. അപ്പൊ മുജാഹിദിന്റെ മൗലവിമാര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ നിങ്ങൾ കണ്ടില്ലേ, AP വിഭാഗം ആളുകളോട് പറയാ, നിങ്ങളെ നേതാവ് പൊന്മള ഇങ്ങനെ പ്രസംഗിച്ചില്ലേ, പൊന്മള ഇങ്ങനെ പറഞ്ഞില്ലേ, ജിഷാനോട് ഇങ്ങനെ പറഞ്ഞില്ലേ, പൊന്മളക്ക് ഈ വാദയില്ലേ എന്ന് ചോദിച്ച സുഹൃത്തുക്കൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് തിരുത്തിക്കണ്ടേ? അത് തിരുത്തിക്കാനുള്ള സുന്നിസം ഒന്ന് ഒരു മിനിറ്റ് നിങ്ങൾ മൈക്കിലേക്ക് സുന്നിസം ഉണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് ഒന്ന് മൈക്ക് എടുക്കും. ഒറ്റ മിനിറ്റ് എനിക്ക് വേണം, ഒരു മിനിറ്റ് മാത്രം ഒന്ന് മൈക്കിലേക്ക് പോകാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും ഇന്ന് ആ ചർച്ച നമ്മുടെ SSF നേതാവിന്റെയും അതുപോലെ തന്നെ SYS നേതാവിന്റെയും ഒക്കെ ഉള്ള ക്ലിപ്പുകൾ ഒക്കെ മുഴുവൻ കേൾപ്പിക്കാൻ സാധ്യമാണ് എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും വളരെ പ്രതീക്ഷയോടുകൂടി വേറെ 2 ക്ലിപ്പുണ്ട്. നമ്മളെ ക്ലാസ് റൂമിൽ ഇരുന്ന ആളുകൾക്ക് അത് നഷ്ടമാവാത്ത രൂപത്തിൽ അത് പരിഹരിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നിഷാൻ മാഹി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ തുടർന്നെത്തും. ഇതിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നിഷാൻ മാഹി പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. എത്രമാത്രം ഒരു തീവ്രവാദപരമായ നിലപാട് അവരുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ആളായിരുന്നു നിഷാൻ മാഹി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. നമ്മളെ ക്ലാസ് റൂമിലൊക്കെ അവിടെ ക്ലാസ് റൂം നടത്തി അതിന്റെ ആളുകളായി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി എന്നത് നിഷാൻ മാഹിയാണ്. നിഷാൻ മാഹി എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പോ അവരെ ക്ലാസ് റൂമിന്റെ ആര് എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാം. അതിന്റെ എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാൽ STV ക്ലാസ്സിന്
ജീവൻ നൽകിയത് ജിഷാൻ മാഹിയായിരുന്നു. ആ ക്ലാസ്സിൽ നിന്ന് അദ്ദേഹം പോകുന്നതോടുകൂടിയാണ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട് അവസാനം വെറും എസ് ആയി മാറി അവസാനം അത് മരണപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി. എന്നിട്ടാണ് പിന്നെ അതിൽ നിന്ന് ഈ ഇമ്മു ഉടലെടുക്കുന്നത്. പിന്നെയാണ് ഇമ്മു എന്ന ക്ലാസ് റൂം അവർക്ക് ഉണ്ടാകുന്നത്. അവര് മുമ്പ് തന്നെ രണ്ട് അഭിപ്രായക്കാരായിരുന്നു. അമ്മുവിൽ നിന്നുണ്ടായതായിരിക്കും ഇമ്മൂലെ. അതുകൊണ്ട് മറ്റേ സീരിയാജി പറഞ്ഞ മാതിരിയ കാരണം സീരിയാജി മറ്റേ പിന്നെ ആരാ കട്ടൂന്ന് വെച്ചില്ലേ, എന്റെ ആരാ കട്ടൂന്ന് വെച്ചിത്രേ, നിങ്ങൾ കട്ടിലേ വെച്ചിത്രേ, ചാക്ക ചോദിച്ചു ആരോ ചോദിച്ചു, ഏതായാലും വാപ്പയാണ് പറഞ്ഞത്. അപ്പൊ പ്രശ്നമായി. അങ്ങനെ നിയമസഭയിലൊക്കെ വലിയ ഇഷ്യൂ ആയി, കച്ചറയായപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ ഒരു ഫാദർ ഉണ്ടായിരുന്നു. ഓക്കെ, അതിലൊരു ഫാദറും ഉണ്ടായിരുന്നേ. അപ്പൊ മൂപ്പര് പറഞ്ഞു അതിലൊരു ഫാദറും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊക്കെ മലയാളികളല്ലേ, പിന്നെ നമ്മൾ അച്ഛൻ എന്ന് പറയണതിന്. അപ്പോ പിന്നെ ഞാനും മൂപ്പരും ഒക്കെ ഏതായാലും മുസ്ലിം അല്ല, അപ്പൊ വാപ്പാന്ന് പറഞ്ഞതാണ്. അതേമാതിരി ഇവർ അമ്മുവിന് പിന്നെ സ്മരിക്കാൻ വേണ്ടി ഇമ്മു എന്നിട്ടതാണെന്നാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അമ്മുവിന്റെ ഓർമ്മയിലുണ്ടാക്കിയ ഇതിന് ഇമ്മു എന്നിട്ടതായിരിക്കും. മറ്റേത് പിന്നെ മലബാർ കലോത്സവത്തിന് അന്ന് പൈസ കൊടുത്ത് അന്ന് മുതൽ അന്ന് തന്നെ അവർ തീരുമാനിച്ചാണ് മലബാർ കലോത്സവത്തിന്റെ പേരിൽ ഒരു ക്ലാസ് റൂം വേണം അതിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. അങ്ങനെ ഇവർക്ക് എല്ലാവരും നല്ല പിന്നെ അതിലൊരു കാര്യം ഒരു സമ്മതിക്കണം കേട്ടോ. എല്ലാ കാര്യത്തിലും ഒരു സ്മാരകം ഉണ്ടാക്കി വെക്കുന്ന കാര്യത്തിൽ ഇവർ മുമ്പിലാണ്. അമ്മുവിന് മുടിയുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകം ഇമ്മു അല്ലെ, അതേമാതിരി തന്നെ മലബാർ കലോത്സവത്തിന് ബന്ധപ്പെട്ടിട്ടൊരു ഒരു സ്മാരകം. അങ്ങനെ ഇതിലൊക്കെ അവർ ആ കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട ജിഷാൻമായി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി വാങ്ങുകൾക്ക്. അമീർ സാഹിബ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ വാട്സപ്പിൽ ഞാൻ ഇട്ട 2 പുതിയ ക്ലിപ്പുകൾ കൂടിയുണ്ട്. അതൊന്ന് തോട്ടക്കാടോ ആരാണെന്ന് വെച്ചാൽ അവർക്കൊന്ന് വിട്ടുകൊടുക്കുക. ക്ലിപ്പിന്റെ ആ ടൈം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ? ആ ടൈം മാത്രം പറഞ്ഞാൽ മതിയാവുമല്ലോ അല്ലെ? ഏതായാലും ഇരിക്കട്ടെ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വിഷയം, ഇവര് ഹാഫിള് അബ്ദുൽ ഹക്കീം ഉസ്താദ് എന്ന് പറയുന്ന ഹാഫിൾ ഉസ്താദിനോട് പറയാണ് നിങ്ങളെ ബെർലിനൊരു കൂച്ചല് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഹാഫിള് ചോദിക്കുകയാണ് എവിടെ ഏപ്പിക്കാരെ എന്റെ ബെർലിന് കൂച്ചൽ എവിടെ? ഞാൻ ഓക്കെ ആണല്ലോ. മൂപ്പര് ചോദിക്കാണ് എന്റെ ശരീരത്തിന്റെ എവിടെയാണ് എന്റെ പ്രോബ്ലം, എവിടെയാണ് കുഴപ്പമുള്ളത്? എന്നിട്ട് സത്യത്തിൽ പൊന്മളയും പേരോടും എഴുതി കൊടുത്ത വാദം അവിടെ വെച്ച് കാന്തപുരം വായിക്കുകയാണ്. കാരണം പാവം ശരിക്ക് സങ്കടം തോന്നി. കാരണം മൂപ്പര സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ഒരു വിലപേശൽ തന്ത്രം, വിലപേശൽ കച്ചവടം നടത്തുന്ന ശൈലിയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ, പറയടാ ആരടാ പള്ളി ഞാനടാ പള്ളി എന്ന് പറഞ്ഞത് ആ ശൈലിയിൽ കാന്തപുരം പാവം കാന്തപുരം ഉസ്താദിനെ ഇരുത്തിപ്പൊരിച്ച് ഹാഫിലിനെതിരെ ഫത്വ കൊടുപ്പിച്ചു. ഇത് കൊടുക്കുന്ന സമയത്ത് ഞാൻ അല്പം ആ കാണിച്ചതിൽ അല്പഭാഗം പേരോടിന്റെ മുഖം ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ ചിന്തിച്ചു, റബ്ബേ ഇമാമിങ്ങളായ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച ആദർശത്തിനെതിരെ ഇവിടെ കത്തിവെച്ച് സംസാരിച്ചു. കാരണം പൊന്മുളയുടെ വാദത്തെ കവച്ചു വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ സുന്നിസം പറഞ്ഞു തോന്നുന്നു. പൊന്മുള പറഞ്ഞു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് മുറിഞ്ഞുകയും അപ്പൊ പേരോട് വിട്ടില്ല. പൊന്മള അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പടി മുമ്പിൽ പോണ്ടേ? പൊന്മള അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു പടി മുമ്പിൽ പോണ്ടേ? അപ്പൊ പേരോട് പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെ നിഴല് എന്നുള്ള വിഷയം അത് ചില മൂപ്പര് പറഞ്ഞ വാചകോ ചില സമയത്ത് നിഴലുണ്ടാറില്ല എന്നാ, ചിലപ്പോൾ നിഴലുണ്ടാവാറില്ല. എന്താണ് സുഹൃത്തുക്കളെ ചിലപ്പോൾ എന്ന മലയാളത്തിലെ പദം? ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം, അല്ലെ കുറച്ച് ഒരല്പം, ബാക്കി കൂടുതൽ സമയവും. പിന്നെ മരിച്ചു പോണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. എല്ലാവരും മരിക്കും എന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം മരിക്കൂ എന്നുള്ള ബോധം ഇങ്ങനെ മൊയ്ലാമാരെ ഉണർത്തുകയാണ്. കാരണം ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഉണർത്തിയാൽ ഉണരൂന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മൂമിനാണോ എന്നാ ഉണരടോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞില്ലേ. അത് തിരുത്താൻ നിങ്ങളെ മുസ്ലിയാക്കന്മാരും നിങ്ങളെ മുശാവറ മെമ്പർമാരും തയ്യാറല്ല. അതേ സമയത്ത് സത്യത്തിൽ ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു,
AP ഗ്രൂപ്പ് എന്നുള്ള പേരൊന്ന് മാറ്റിയാലോ? സുന്നിസം, എന്താ നിങ്ങളുടെ അഭിപ്രായം? AP ഗ്രൂപ്പ് എന്നുള്ള പേര് ബ്രിട്ടീഷുകാരെ കാലത്ത് ഗവർണർ എന്നുള്ള പേരിട്ട പോലെ ഇരിക്കുള്ളൂ. ഗവർണർ എന്ന് പേരിട്ടതുപോലെയാണ് ഇപ്പൊ AP ഗ്രൂപ്പ് എന്നുള്ള പേര്. മുതലക്കുളം മൈതാനിയിൽ മുതലയില്ല കുളമില്ല എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ അതിൽ കാന്തപുരം ഉസ്താദ് ഇപ്പൊ ഒന്നുമല്ല. കാന്തപുരം ഇപ്പൊ ഒന്നുമല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് AP ഗ്രൂപ്പിന്റെ പേര് ഏതായാലും ക്ലാസ് റൂമിന്റെ പേരൊക്കെ മാറ്റുന്ന കാലാണല്ലോ. ഒരു റൂം മരിച്ചു വേറൊരു റൂം തുറന്നു എന്തൊക്കെ മിഷനും കുഷനാക്കി ഇട്ടല്ലോ. അതുപോലെ നിങ്ങളെ ഗ്രൂപ്പിന്റെ പേര് തന്നെ മാറ്റി മക്കളെ മൊത്തം. അതുകൊണ്ട് പൊന്മള ഗ്രൂപ്പ് മാത്രം പറഞ്ഞാൽ അത് പേരോട് ഉസ്താദിന് വിഷമാവൂലേ? അത് രണ്ടുപേർക്കും പറ്റുന്നൊരു പേര്, പേരോട് പൊന്മള, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ മന്നായി കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ബിൻ ബിലേല ബൈറ്റൂർ, അത് സത്യത്തില് പണ്ട് ദുബായിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ബിൻ ബിലേല ബൈറ്റൂർ. കാരണം രണ്ട് കമ്പനിയാണ്, ഒന്ന് ബിൻ ബിലേല, ബൈത്തൂർ എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി. ബൈത്തൂർ എന്ന് പറഞ്ഞാൽ തുർക്കിഷ് കമ്പനിയാണ്. അപ്പൊ രണ്ടുപേരെയും യോജിപ്പിച്ചുകൊണ്ട് പേരോട് പൊന്മള എന്ന് മാറ്റലായിരിക്കും ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും അഭികാമ്യം ആയിട്ടുള്ളത് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ. കാരണം ആരാന്റെ കുറ്റവും കുറവും ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് അവർക്ക് ശരീഅത്തിന്റെ നിയമം ശരിയല്ല, അവർ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പ് സ്വന്തം നേതാവ് ഹബീബ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് ഇമാമീങ്ങളൊക്കെ പറഞ്ഞു വെച്ച, ഇമാമീങ്ങളൊക്കെ നൽകിയ ആ ബഹുമാനം കാറ്റിൽ പറത്തിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയുള്ള ഈ വിഷയം, എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ളത്? ഒരു ആത്മാർത്ഥതയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് പറയാനുള്ളത്. ഏതായാലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ക്ലിപ്പ് നിങ്ങൾ വിട്ടിട്ടുണ്ടോ അമീർ സാഹിബേ? ക്ലിപ്പ് വിട്ടിട്ടുണ്ടോ? 1 മിനിറ്റ് 33 സെക്കൻഡുള്ള ക്ലിപ്പ്. ആ ക്ലിപ്പ് ഒന്ന് ഇടൂ. 1 മിനിറ്റ് 33 സെക്കൻഡുള്ള ക്ലിപ്പ് ഉണ്ട്, ഇപ്പൊ ഞാൻ അയച്ചു തന്നെ. അതുണ്ടെങ്കിൽ ഒന്ന് വെക്കൂ. അത് ഓരോന്ന് വെച്ചിട്ട് തന്നെ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അഞ്ച് പ്രത്യേകതയുള്ള 5 വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന ഇല്ലാ ഇലാ ആലിമിൻ യദൂകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ നിന്ന് മറ്റ് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മിനശ്ശക്കി ഇലൽ യഖീൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. സംശയിപ്പിക്കുന്ന പണ്ഡിതനാകരുത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്ക് അതാ നിവാരണം തന്ന് നമുക്ക് ഈമാൻ ഉറപ്പിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണതാണ് മിനശ്ശക്കി ഇലൽ യഖീൻ. മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനല്ല. പൂർവകാല പണ്ഡിതന്മാര് മുഖേന ജനങ്ങളെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയുന്ന പണ്ഡിതൻ, അത്തരം പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുത്തുകൂടാ. മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലെ നിങ്ങൾ പങ്കെടുക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സംശയമുണ്ടാക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഏത് വിഷയത്തിലും സംശയമുണ്ടാക്കാൻ കഴിയും. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഉസ്താദേ. സംശയമുണ്ടാക്കാൻ ഏത് വിഷയത്തിലും പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതകാലത്ത് നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് നിങ്ങൾ ജനങ്ങളെ സംശയിപ്പിച്ചു. നിങ്ങളെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തു. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഓൺലൈനിലും അതിന്റെ പിന്നാലെ ആളുകൾ കൂടി. ഉസ്താദെ, നിങ്ങൾ സംശയിപ്പിച്ചതിന്റെ പേരിൽ എത്ര ആള് പിഴവിലായി പോയി നിങ്ങൾ അറിഞ്ഞില്ലേ ഉസ്താദേ? നിങ്ങൾ എന്താ പറഞ്ഞത്? പൂർവകാലത്ത് പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരെ പറയുന്ന ആളുകളുടെ സദസ്സിലിരിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞില്ല ഉസ്താദേ? വളരെ ശരിയാണ്. പൂർവകാലത്തുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചു ലാ ളില്ല ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
നിഴലില്ല ജനങ്ങളെ എന്ന് പഠിപ്പിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ മിനശ്ശഖീലൽ യഖീൻ എന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് പകരം നിങ്ങൾ ശക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചില്ല ഉസ്താദേ. നിങ്ങൾ ശക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചില്ലേ? പിന്നെ മൂപ്പരെന്താ പറഞ്ഞ? മിനശ്ശഖീലൽ യഖീൻ. അതാ ശക്കിൽ നിന്ന് യഖീനിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ഉസ്താദേ. നിങ്ങളെ മുമ്പിൽ വന്ന് ഈ പാവപ്പെട്ട ഞാൻ ചോദിച്ചു, മർക്കസിലുള്ള മുടി അത് പേരോട് ഉസ്താദേ നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉസ്താദേ? സത്യത്തിൽ എന്താണ് വേണ്ടത്? മിനശ്ശക്കിൽ യഖീൻ. സംശയമുള്ള ജിഷാനെ നിങ്ങൾ യഖീനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഉസ്താദിന്റെ മറുപടി അത് തിരുകേശം ആയാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ തിരുകേശം ആയാലും ഇല്ലെങ്കിലും ഞാൻ അതിനെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വീണ്ടും സംശയം കുത്തിവെച്ചില്ല ഉസ്താദേ. അപ്പൊ നിങ്ങൾ ഒരു കാലത്ത് പ്രസംഗിച്ച ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതിനിപ്പോ കാര്യമായ പരിപാടി, നിങ്ങൾ പണ്ട് കാലത്ത് സുന്നിസം പ്രസംഗിച്ചിരുന്നു. സുന്നിസം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ നൗഷാദ് ബായിനെ പറ്റി പറഞ്ഞല്ലോ. സുന്നിസം പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പൊ അത് നിങ്ങൾ വിട്ടിട്ടുണ്ട് ഉസ്താദേ. നിങ്ങൾ അതൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളെ പഴയ പ്രസംഗങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രവർത്തകന്മാർ ഇപ്പൊ പാവപ്പെട്ട ആളുകൾ SSFകാര് ഇപ്പൊ കേവലം സാന്ത്വനത്തിന്റെ കൂപ്പണുകൾ വിതരണം ചെയ്യാൻ മാത്രം യോഗം ലഭിച്ചവരാണ്. സാന്ത്വനത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പിരിവുകൾക്കും പഞ്ചസാര പിരിവിനും ഉള്ളിപ്പിരിവിനും തേങ്ങ മാത്രം യോഗം ലഭിച്ചവരാണ് നിങ്ങൾ SSFന്റെ കുട്ടികള്. പക്ഷെ ആയ കാലത്ത് നിങ്ങൾ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഞങ്ങൾ നന്നായി ഞങ്ങൾ തറവാക്കിയിട്ടുണ്ട് ഉസ്താദേ. ആ പ്രസംഗം ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട് ഉസ്താദേ. അത് ഞങ്ങൾ എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് പറയുന്ന ഓരോ പുത്തൻ വാദങ്ങളും അത് നിങ്ങളുടെ പഴയകാല പ്രസംഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇടിച്ചു നിരപ്പാക്കും ഉസ്താദേ. അപ്പോ നിങ്ങൾ കേട്ടല്ലോ, മിനശ്ശഖി ഇലൽ യഖീൻ. അതിന്റെ കഥ അങ്ങനെയല്ല. അപ്പൊ പൂർവികന്മാരായ പണ്ഡിതന്മാര് പറയാത്ത വാദം പറയാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആളാണ് ഈ പേരോട് റഹ്മാൻ സഖാഫി. അദ്ദേഹത്തിന് ഇന്നതൊരു വിഷയമല്ല. പണ്ട് കാലത്ത് അദ്ദേഹത്തിന് അതൊരു വിഷയമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് അതൊരു വിഷയം അല്ല. ഇനി ഏതായാലും ആ ബാബു അവിടെ നിൽക്കട്ടെ. അതിന്റെ കൂടെ വേറൊന്നും കൂടി ഉണ്ട് പറയാൻ. ഓരോന്നോരോന്ന് പറയേണ്ടി വരികയാണ്. കാരണം പിന്നെ അതിന് പുറമെ വേറൊരു വിഷയം പറയാനുള്ളത് പിന്നെ ഈ നിഴല് പരിശോധനന്റെ കാര്യം. നിഴല് പരിശോധനന്റെ എന്താ പറഞ്ഞത്? നിഴല് പരിശോധനയെ പറ്റി അല്ലെങ്കിൽ കത്തിച്ച് പരിശോധിക്കുക, പരിശോധന നടത്തി ഉറപ്പുവരുത്തുക, ഇത്തരം വിഷയങ്ങളെ പറ്റി ഇവരെ കാഴ്ചപ്പാട് എന്തായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇവരെ കാഴ്ചപ്പാട്? അത് മതത്തിന്റെ എതിരാണ്, മതനിയമങ്ങൾക്ക് എതിരാണ് എന്ന് പഠിപ്പിച്ച ആളുകളായിരുന്നു ഇവര്. സത്യത്തിൽ ആർക്കും ഉറക്കൊന്നും വരുന്നില്ലല്ലോ, ഉറക്കൊന്നും തൂക്കുന്ന ആരുമില്ലല്ലോ. ഉറക്ക് തൂക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലിപ്പ് ഒഴിവാക്കും. പറയാൻ കുറച്ച് വിഷയങ്ങൾ ബാക്കിയുണ്ട്. ആ 5 മിനിറ്റും 4 സെക്കൻഡുള്ള ക്ലിപ്പ് റെഡിയാക്കി വെച്ചോ. 5 മിനിറ്റും 4 സെക്കൻഡുള്ള ക്ലിപ്പ് റെഡിയാക്കി വെച്ചോ. ഓരോന്നോരോന്ന് കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ആളുകളൊക്കെ ധാരണ ക്ലിപ്പുകളൊക്കെ തീർന്ന് ഇനി ക്ലിപ്പുകളൊന്നും വരാനില്ല എന്നാ ഞാൻ പണ്ട് പറഞ്ഞത്. അത് തന്നെ പറയാനില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഓരോ അറകൾ ഉണ്ട് എന്നാ കേട്ടത്. സ്വർണത്തിന്റെ അറകൾ ABC. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിപ്പുകളുടെ അറകൾ തുറന്നിട്ട് തീരുന്നില്ല. ഇതേതാണ് എടുത്ത് കേൾപ്പിക്കേണ്ടതെന്ന് ഇപ്പൊ കൺഫ്യൂഷനാണ്. കാരണം അത്രമാത്രം നിങ്ങളുടെ നേതാക്കന്മാരിപ്പോ മുമ്പിൽ പറഞ്ഞതുണ്ട്. അപ്പോ മിനശ്ശഖി ഇലൽ യഖീനിന്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ മനസ്സിലാക്കേണ്ടത്, നേതാവ് കാന്തപുരം എന്തു പറഞ്ഞു? പരിശോധന തിരുകേശം ആണ് എന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്താൻ പാടില്ല. അത് മതത്തിന്റെ നിയമത്തിന് എതിരാണ്. എല്ലാരും കേട്ടല്ലേ? അല്ലേ? നിങ്ങളെല്ലാം കേട്ടല്ലേ? ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ലല്ലോ. അത് മതത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് പൂർവിക കാലത്ത് പരിശോധിച്ച ഒരുപാടുണ്ട്. ഇരിക്കട്ടെ. സംശയം വന്നപ്പോ ജനങ്ങള്
ഒരുപാട് ആളുകൾ ഇതൊക്കെ ഷഹർ മുബാറക്കാണ് എന്ന് പറഞ്ഞ് ആളുകളൊക്കെ തിരുകേശമാണെന്ന് വാദിക്കാൻ തുടങ്ങിയ ഒരു കാലത്ത് അന്നുള്ള ഭരണാധികാരി പണ്ഡിതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് നിഴല് പരിശോധന നടത്തി വിവരം ഇവര് തന്നെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട കുർദി എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയത് ഇവരുടെ ആളുകൾക്ക് കണ്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും പരിശോധനകളൊക്കെ പണ്ട് കാലത്ത് നടന്നിട്ടുണ്ട്. സത്യത്തിൽ ഈ വിവാദം ഇത്ര കൊടുമ്പിരിക്കൊള്ളുന്നതിന്റെ മുമ്പ്, ഈ വിവാദം ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ പേരോട് റഹ്മാൻ സഖാഫി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നൗഷാദ് അഹ്സനിയെ പറ്റി പറയുന്നത്, ഏതായാലും നൗഷാദ് അഹ്സനി അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഞാൻ പറയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു വിഷയം ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾപ്പിക്കുക. അതായത് ഞാൻ പേരോട് റഹ്മാൻ സഖാഫിയെ വിളിച്ച് പറഞ്ഞു, അല്ല നമുക്കൊന്ന് നേല് പരിശോധനയ്ക്ക് പോയിക്കൂടെ, നമുക്ക് നേല് പരിശോധനയ്ക്ക് ചില ആളുകൾ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, കാരണം നൗഷാദ് അഹ്സനി അവിടെ ജാലിയവാലിന്റെ അടുത്ത് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്പലക്കടവും SKSSFന്റെ ആളുകളും ജാലിയവാലിന്റെ അടുത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു നിഴല് പരിശോധന നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പേരോടിന്റെ മറുപടി നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക. 5 മിനിറ്റും 4 സെക്കൻഡുള്ള ക്ലിപ്പ് ഒന്ന് ഇട്ട് കേൾപ്പിച്ചു കൊടുക്കുക. അതിന് ശേഷം ബാക്കി പറയാനുണ്ട്. പിന്നെ ചില കൂലി വാർത്താ വായനക്കാരെ പറ്റിയും 1-2 വാക്കുകൾ ഒരു ബർക്കത്തിന് ലാസ്റ്റ് പറയാനുണ്ട്. അത് മറന്നുപോയി എന്നാരും കരുതരുത്. കൂലി വാർത്താ വായനക്കാരുടെ കാലാണ്. അവർക്കുള്ള മരുന്നും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തന്നെ കുത്തിവെപ്പ് നടത്തും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം ഉറക്ക് തൂങ്ങിയിട്ട് ആരും പോണ്ട. അത്തരക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള മരുന്ന് കൂടി അവസാനം വെച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചോളൂ. 5 മിനിറ്റ് 4 സെക്കൻഡ്. പിന്നെ ഒരു അംഗീകരിക്കില്ല, അയാളെടുത്ത് ഒരു കണ്ടതല്ലേ പിന്നെ അംഗീകരിക്കാത്തത്? അയാളടുത്ത് കണ്ടിട്ടില്ല എന്നാണ് ഓല് പറയുന്നത്. അപ്പൊ ഇയാള് കണ്ടു അയാൾ ഓല് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അതെ, നൗഷാദ് ഹസനി കണ്ടു കണ്ടിട്ടില്ല എന്നാ ഓല് പറയുന്നത്. ഓക്കെ, ഒരു രണ്ടാമത് ആടെ തന്നെ ന്യൂഡൽഹിയിലല്ലേ? അല്ല, നമ്മളെ നാട് കഴിഞ്ഞിട്ടല്ലേ അല്ലല്ല, അവിടെയാണ്. ഇപ്പൊ ഇയാള് പോയിട്ട് മറ്റേ കാണിച്ചു കൊടുത്തപ്പോ നേരെ കാണുന്നില്ല, ഇവന് പോയപ്പോ നേരെ കാണിക്കുന്നു. രണ്ടാളും കൂടി അവിടെ തന്നെ ബോംബെ തന്നെ. അതിന് അധ്യക്ഷമായിട്ട് നാലാളെയും കൂട്ടി പത്രക്കാരനെ കൂട്ടി എല്ലാരാ കളത്തോണ്ട് തെറിയാടാ വേണ്ടി. ഓക്കെ, അത് നമുക്ക് വാദത്തിന് വേണ്ടി ഓക്കെ പറയാം. എന്നാൽ നിങ്ങൾ മർക്കസിലുള്ള പറയുന്ന റൂട്ട് റെഡിയായിരിക്കും. എന്ത് പറഞ്ഞാൽ റൂട്ട് റെഡിയായിരിക്കും. ഓലോട് പറ പത്രക്കാരെ കൂട്ടുക, നൗഷാദ് ഹസനിനെയും കൂട്ടുക, ഇവരും വരിക, കഴിഞ്ഞിട്ട് ഓൽക്ക് കൊടുത്ത അയാളൊക്കെ പോവാ. അയാളെ നൗഷാദ് ഹസനിക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് നേരില്ല. കൂടി മാറ്റിക്കിട്ടോ നമുക്ക് തിരിയുള്ള നടത്തിയാൽ ഇങ്ങനെ വളർത്തിയൊരു പണിയുണ്ട്. നമുക്ക് ബോംബെയിലും പോവാ, അതേപോലെ മർക്കസിലും നോക്കി, രണ്ടും നോക്കാന്ന് പറഞ്ഞാലോ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ. അല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് ഒപ്പിട്ടേന്ന് വെച്ചാലോ? അത് ഒപ്പില്ല, വൈകാലത്ത് പൈസ കൊടുക്കുന്നില്ല. ഇവിടെ ഒപ്പില്ല, അല്ല കാലം കഴിഞ്ഞില്ല ഒപ്പിടിക്കുന്നല്ലോ. ആയിക്കോട്ടെ, അവരോട് ചോദിക്കും. നമുക്ക് 2 കൂട്ടം പ്രതിയാക്കാലോ? ഏത് 2 കൂട്ടരെയും പ്രതിയാക്കാം. നമ്മൾ മൂന്നാമത്തെ ഒരു കക്ഷി, നമ്മൾ നിഷ്പക്ഷമാണ്. 2 കൂട്ടരും പ്രതിയാക്കാന്ന് പറഞ്ഞാൽ നൗഷാദ് ഹസനിന്റെ ഒരു കക്ഷിയാ? നൗഷാദ് ഹസനെ പ്രതിയാക്കാം, ഓരേ പ്രതിയാക്കാം. നമ്മളും കൂടെ വേണം പോവാം. നാട്ടിൽ വന്നുള്ള ശരിയാക്കി ഞാൻ റെഡി. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെയാ പരിപാടി. അതല്ല ഞാൻ അബുദാബിയിൽ പോയി കാത്തുന്ന വരെ തന്നെ. അപ്പൊ നമ്മളിപ്പോ 3-ാം കക്ഷിയാണ്. നൗഷാദ് ഹസനി ഇപ്പൊ ഒരു കക്ഷി, മറ്റേ ഈ നാട്ടിൽ വന്നിട്ട് ശരിയാക്കാൻ മൂപ്പര് പറഞ്ഞേ, ഇതൊക്കെ ശരിയാക്കാൻ നമ്മൾ തന്നെ വേണമെന്ന് മൂപ്പർക്കറിയാം. നീ നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്ക്, എന്നിട്ട് നമുക്ക് പോവാം. ഏത് നേരെ പരിശോധനയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ട് ബോംബെയിലേക്ക് പോകാം. അല്ല, ഇപ്പം ഈ മതനിയമം മാറിയ, ഇത് പറഞ്ഞതിന് ശേഷം മതനിയമം എപ്പ മാറിയ അറിയായിട്ട് ചോദിക്കുകയാണ്. മൂപ്പര് പറഞ്ഞല്ലോ, റൂട്ട് കൃത്യമായിരിക്കണം എന്നല്ല പറഞ്ഞ. റൂട്ട് കറക്റ്റാണ്, റൂട്ട് കൃത്യമാണ്. നിങ്ങൾ അന്ന് പറഞ്ഞ റൂട്ടിൽ നിന്ന് എപ്പോഴാണ് മാറിയത് എന്റെ ചോദ്യം അത്. ഇത് ചോദിക്കുമ്പോൾ ഇവര് പറയും ഇറച്ചി തിന്നുന്നു. ഇത് ഇറച്ചി തിന്നല, ഇത് ഇറച്ചി തിന്നലാണോ സുഹൃത്തുക്കൾ? നിങ്ങൾ മനസ്സിലാക്കണം, റൂട്ട് വളരെ കൃത്യം തന്നെയാണിത്. അപ്പോ
നിങ്ങൾ അന്ന് പറഞ്ഞ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ അന്ന് പറഞ്ഞ ഓരോ ആദർശങ്ങൾ ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് എറിയാണ്. അപ്പോ ഇത് ഞാൻ സമയത്തിന്റെ കുഴപ്പം കാരണമാണ് കാന്തപുരത്തിന്റെ ക്ലിപ്പ് ഇടാത്തത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏത് പരിശോധന പാടില്ല, പരിശോധന നടത്തണമെന്ന് SYSന്റെ സെക്രട്ടറി പേരോട് റഹ്മാൻ സഖാഫി, പരിശോധന നടത്താൻ പാടില്ല എന്ന് സംഘടനയുടെ പാവപ്പെട്ട ഞാനിപ്പം എല്ലാ നൗഷാദ് സാഹിബ് എ പി വിഭാഗത്തിന്റെ നേതാവാണ് കാന്തപുര ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊരു പൊരുത്തക്കേടാവോ? എനിക്ക് സംശയമുണ്ട്. അതെനിക്ക് പൊരുത്തക്കേടാവോ? നേതാവാണ് കാന്തപുര ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൊരുത്തക്കേടാവോ? കാരണം അതൊക്കെ കാലം മാറിയിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് ഇപ്പൊ ജൂനിയർ നിരയിലേക്ക് മാറ്റി. പൊന്മളയും പേരോടും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. പണ്ട് എന്നോടൊരു മുതലാളി ചോദിച്ചിരുന്നു, ബസ്സിലുള്ള സമയത്ത് ബസ്സിലുള്ള കണ്ടക്ടർ, പണ്ട് ഞാൻ +2 കഴിഞ്ഞ ആ സമയത്ത് ഒരു ബാംഗ്ലൂർ റൂട്ടിലോടുന്ന ബസ്സിന് ചെക്കിങ്ങിന് പോയിരുന്നു. അപ്പൊ രാവിലെ പകല് മറ്റുള്ള ഇത്തരം പ്രവർത്തനങ്ങളും ആദർശവും കൂദർശവും ഒക്കെ നടക്കേണ്ടതുകൊണ്ട് എനിക്ക് രാത്രി റൂട്ടിലോടുന്ന ഒരു ബസ്സിൽ പണിയൊന്നിരുന്നു. അപ്പോ കണ്ടക്ടർ ചെക്ക് ചെയ്യലാണ് പണി, വേറെ പണിയൊന്നുമില്ല. കണ്ടക്ടർ ആളുടെ ടിക്കറ്റ് മൊത്തം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബാംഗ്ലൂർ റൂട്ടിലോടുന്ന ബസ്സായിരുന്നു. അന്ന് കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ഡ്രൈവർ എന്നോട് പറഞ്ഞു, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണോ? അപ്പൊ ഞാൻ അതുപോലെ തന്നെ മുതലാളിനോട് പറഞ്ഞു, ഓരിങ്ങനെയാണ് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം. അന്ന് മുതലാളി എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അത് ഞാൻ ഇപ്പൊ പൊന്മള അയക്കുന്നത് അതല്ല, പേരോടാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത്, അതല്ല പൊന്മളയാണോ ഇപ്പോ ഗിയർ പേരോടാണോ സ്റ്റിയറിംഗിന്റെ മേലുള്ളത്, അല്ല പൊന്മളയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? അതെ, ഞാൻ ഇനി അവസാന ഒരു ബാബിലേക്ക് കൂടി പോയിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ആദർശം 100% ചോർന്നു പോയ ഈ വിഭാഗം, ഇത് ഞാൻ പറയാൻ കാരണം, മുമ്പ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ശരീഅത്തിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് നിരന്തരം ശറഇന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയ കാരണത്താൽ MES എന്ന് പറയുന്ന കക്ഷികളെ വെടിയണം. നിങ്ങളൊക്കെ പല ആൾക്കാരും സുന്നത്തെ ജമാഅത്തിന്റെ പഴയകാല ആ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾ അറിയുന്ന പല ആളുകളും ഇപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ ഈ സംഭവങ്ങൾ ഒരുപക്ഷെ അവരറിഞ്ഞുകൊള്ളുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ MESനെ വെടിയണം, MESുമായി ബന്ധം നിലനിർത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആദർശം, ഞാൻ ചോദിക്കട്ടെ, സമസ്തയാണ് ഞങ്ങളും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് നിങ്ങളുടെ നേതാവിന്റെ മകന്റെ കോളേജിലെ പൂനൂരിലെ പരിപാടിയിൽ MESന്റെ നേതാവ് ഫസൽ ഗഫൂർ, മർക്കസിന്റെ പരിപാടികളിൽ MESന്റെ നേതാവ് ഫസൽ ഗഫൂർ, കാരണം അഭിമാനപൂർവ്വം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടു, ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനം ഇന്നേ വരെ മാറ്റേണ്ടി വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, അന്ന് MESന്റെ നേതാക്കന്മാരെ വെടിയണം, അവരുമായി സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു നിയമം ബാഫക്കി തങ്ങളുടെ കാലത്ത് ബാഫക്കി തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം, അത് നിങ്ങൾ ഇന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അറിയാൻ താല്പര്യമുണ്ട്. അംഗീകരിക്കുന്നില്ല എന്ന് 100% ഉറപ്പാ. അതുകൊണ്ടാണ് നിങ്ങള് പൂനൂരുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ സ്ഥാപനത്തിലും അതുപോലെ തന്നെ മർക്കസു സഖാഫത്ത് സുന്നിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പരിപാടിയിലും ഈ പറയുന്ന ഫസൽ ഗഫൂർ മർക്കസിൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പോലും ഈ പറയുന്ന ഫസൽ ഗഫൂർ ശറഇന് വിരുദ്ധമായിട്ട്, ശരീഅത്തിന് വിരുദ്ധമായിട്ട് പർദ വിഷയത്തിലടക്കം അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആരും മറക്കേണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ആ വിഷയം മറക്കേണ്ടതില്ല. അപ്പോ വളരെ വ്യക്തമായിട്ട് ആദർശം അടിക്കടി ചോർന്നുപോയൊരു പ്രസ്ഥാനം,
ആദർശം 100% ചോർന്നു പോയൊരു പ്രസ്ഥാനം. ഇപ്പൊ അടുത്തായി സംഭവിച്ച ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്താണ് സംഭവം? പയ്യോളിയിൽ വെച്ച് ഒരു KSRTC കുഞ്ഞമ്മദ്ക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, KSRTC കുഞ്ഞമ്മദ്ക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു. എല്ലാവരും ശരിക്കും കേൾക്കുക. പല ആളുകളും അറിഞ്ഞൊരു വിഷയമാണ്. ഞാനെങ്കിലും അത് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ KSRTC കുഞ്ഞമ്മദ്ക്ക എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോ എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു മുജാഹിദ് മരിച്ചത് ഇത്ര വലിയ പ്രത്യേകതയുള്ള വിഷയം ആണ് എന്നതല്ല ഇവിടെ വിഷയം. ഈ കുഞ്ഞമ്മദ്ക്ക എന്ന് പറയുന്നത് ശരിക്കും കേട്ടോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മൂത്ത മകനായ ഷെഫീഖ്, അറിയാത്ത മുഴുവൻ ആളുകളെയും ഞാൻ ബന്ധസഹിതം പറഞ്ഞുതരാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശരിക്കും നോട്ട് ചെയ്തോളെ, മൂത്ത മകനാകുന്ന ഷെഫീഖിന്റെ ഭാര്യാപിതാവാകുന്ന അഫ്സൽ മാസ്റ്ററുടെ പെങ്ങളുടെ ഭർത്താവാണ് ഈ പറയുന്ന കുഞ്ഞമ്മദ്ക്ക. വിഷയം മനസ്സിലായോ? ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മൂത്ത മകനാകുന്ന ഷെഫീഖിന്റെ അമ്മോശൻ, അതായത് അമ്മോശൻ എന്ന് പറഞ്ഞാൽ ഭാര്യാപിതാവ്, ഈ ഭാര്യാപിതാവാകുന്ന അഫ്സൽ മാസ്റ്ററുടെ പെങ്ങളുടെ ഭർത്താവാണ് ഈ പറയുന്ന കുഞ്ഞമ്മദ്ക്ക. അദ്ദേഹം മരണപ്പെട്ടപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവിടുന്ന് മയ്യത്ത് വന്ന് നിസ്കരിച്ചു. അങ്ങനെ അതിനുശേഷം പേരോട് എന്ത് ചെയ്തു? പരിപാടിയെല്ലാം കഴിഞ്ഞ് പേരോട് പോയും ചെയ്തു. സത്യത്തിൽ ഇദ്ദേഹം ഞാൻ അതിന്റെ ശേഷം ഞാൻ അന്ന് തന്നെ വിഷയം അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ അറിഞ്ഞു ഇദ്ദേഹം ജീവിതകാലം 10-25 വർഷത്തോളം മുജാഹിദ് ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അദ്ദേഹം മുജാഹിദ് ആദർശത്തിൽ അടിയുറച്ച് നിന്നു എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെ ഉണ്ടല്ലോ, അവിടെ വെള്ളിയാഴ്ചകളിലുള്ള ജുമസ്കാരത്തിന് മുജാഹിദ് പള്ളിയിൽ പയ്യോളിയിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളുണ്ട്. AP വിഭാഗമായാലും അല്ലെങ്കിൽ സമസ്തയുടേതായാലും പിന്നെ ആ പള്ളികളൊക്കെ കൈയൊഴിച്ചുകൊണ്ട് ഈ പറയുന്ന മുജാഹിദ് പള്ളിയിൽ പോയി ജുമസ്കരിക്കുകയും അതുപോലെ തന്നെ റമളാനിന്റെ കാലത്ത് റമളാനിൽ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി മുജാഹിദ് പള്ളികളിൽ പോകുകയും അതുപോലെ തന്നെ ഈദ്ഗാഹ് പെരുന്നാൾ നിസ്കാരത്തിന് ഈദ്ഗാഹ് മുജാഹിദുകൾ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ പറയുന്ന കുഞ്ഞമ്മദ്ക്ക അദ്ദേഹം മരണപ്പെട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? മുജാഹിദ് പള്ളിയാകുന്ന പയ്യോളിയിലുള്ള ആ പ്രദേശത്തെ മുജാഹിദ് പള്ളിയിലുള്ള സെക്രട്ടറി കളത്തിൽ ബഷീർ എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹം മുജാഹിദാണെന്നുള്ള സനദിന്റെ കാലാണല്ലോ, മുടിക്കോ സനദില്ല, മുടിക്ക് സനദില്ലാത്തതിന്റെ പേരിൽ നമ്മളൊരു വിഷയം സമർത്ഥിക്കുമ്പോൾ സനദില്ലാതായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന കളത്തിൽ ബഷീറിനെ വിളിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞമ്മദ്ക്ക എന്നേക്കാൾ വലിയ മുജാഹിദാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചോ, ഒരു മുജാഹിദ് പള്ളിയുടെ സെക്രട്ടറിയുടെ ആദർശത്തെക്കാൾ സ്പിരിറ്റുള്ള ആളായിരുന്നു ഈ പറയുന്ന കുഞ്ഞമ്മദ്ക്ക എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ഒരു ഉറച്ച മുജാഹിദാണെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമസ്തക്കാരായാലും അല്ലെങ്കിൽ APക്കാരായാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും ഖുറാഫികള് അല്ലെങ്കിൽ കുബൂരികൾ എന്ന് വിളിക്കുന്ന ആളുകളാണ് കേരളത്തിലെ വഹാബികൾ. അപ്പൊ അവരുടെ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം, ഒരു സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കുബൂരി മരിച്ചു അല്ലെങ്കിൽ ഒരു ഖുറാഫി മരിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ വഹാബികൾ അവരൊരിക്കലും മരിച്ചതിന് ശേഷം ഈ പറയുന്ന സുന്നിയെ അവരൊരിക്കലും അവരെ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് ചേർക്കും നിങ്ങൾക്കായിരിക്കും തോന്നുന്നുണ്ടോ? ബുദ്ധിയുള്ള ആളുകൾക്കേ പറയുന്നുള്ളൂ. ബുദ്ധി പണയം വെച്ച ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ചിന്താശേഷി നഷ്ടപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയാം. അപ്പൊ ഒരിക്കലും നിർവാഹമില്ല. അപ്പോ ഈ പറയുന്ന കളത്തിൽ ബഷീർ വളരെ വ്യക്തമായി അദ്ദേഹം മുജാഹിദാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകി. അതിനുശേഷം ഞാൻ ആ മഹല്ലത്തിലുള്ള സുന്നിപ്പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച പള്ളിയിൽ അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദിനെ വിളിച്ച് അവിടെയുള്ള ഒരു ആബിദ് മുസ്ലിയാരെ വിളിച്ച് ഞാൻ അവിടുന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിസ്കരിച്ചു എന്നുള്ളതിന് സാക്ഷി വാങ്ങി. അത് വാങ്ങാൻ കാരണം ചെക്കിയാട്ട് അത് വേറെ ജിന്ന് പോയതുപോലെ ഇനി പേരോടിന്റെ രൂപത്തിലുള്ള ഏതോ ഒരാള്
പേരോടിന്റെ രൂപത്തിലുള്ള ജിന്ന് വന്ന് പയ്യോടി വെച്ച് നിസ്കരിച്ചു പോയി എന്ന് ഇവര് പറഞ്ഞു കളിയോ എന്നുള്ള ബേജാറുണ്ട്. ഞാൻ അവിടെ കണ്ട സാക്ഷി, കണ്ട ഒരാള് സാക്ഷിയായി ഞാൻ എന്താക്കി, ഈ പറയുന്ന ആബിദ് മുസ്ലിയാരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലിപ്പാക്കി പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോ അത് നന്നായി പൊള്ളി. അങ്ങനെ നന്നായി പൊള്ളിയതിന് ശേഷം ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെ പൊളിക്കും? കാരണം ആളുകൾ 4 ഭാഗത്തും ഈ വിഷയം സ്പ്രെഡായി, എല്ലാ ഭാഗത്തും ഇത് നന്നായി സ്പ്രെഡായപ്പോ നമ്മുടെ ഇതുണ്ടല്ലോ, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ മുസ്ലിയാരെ ന്യൂസ് ഹവറിലേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്ത വിദ്വാൻമാരുണ്ടല്ലോ. നിങ്ങൾ കേട്ടല്ലേ? ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിനെ ന്യൂസിലേക്ക് ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ആ തട്ടിപ്പ് ഞാൻ അന്ന് തന്നെ ഈ റൂമിൽ നിന്ന് പറഞ്ഞിരുന്നു. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കോട്ടുമല ബാപ്പു ഉസ്താദിനെ വിളിച്ച ക്ലിപ്പ് ധൈര്യമുണ്ടോ പുറത്തുവിടാൻ? ഇന്നേ വരെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു മൂക്കിന് താഴെ മീശയുള്ള ഒരുത്തനെ ഏറ്റെടുത്തിട്ടില്ല. അത് കാരണം കോട്ടുമല ഉസ്താദിനെ ഇന്റർനെറ്റിലൂടെ വിളിച്ച ഒരു നമ്പറിലൂടെ ഉസ്താദെ പിന്നെ ജുമാ ഖുത്തുബയുടെ മസ്അല ഒന്ന് പറഞ്ഞുതരണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അത് ആ ക്ലിപ്പ് എഡിറ്റ് ചെയ്തു വാർത്ത വായിക്കുന്ന ആളുടെ ചോദ്യങ്ങൾക്ക് അനുബന്ധമായി ആ ഉത്തരങ്ങൾ മുറിച്ചെടുത്ത് ഫിറ്റാക്കി അതൊരു വലിയ വാർത്തയായി പ്രക്ഷേപണം ചെയ്ത ഈ മുഴുച്ചതി ചെയ്ത ഈ തട്ടിപ്പുകൾ മുഴുവൻ ചെയ്ത ഈ കമ്പനി എന്ത് ചെയ്തു? അഫ്സൽ മാഷ വിളിച്ചു. നല്ല രസമായി. അഫ്സൽ മാഷ വിളിച്ചിട്ട് എന്താണ് അഫ്സൽ മാഷ് ആരാ? പേരോട് ഉസ്താദിന് അനുകൂലമായി സാക്ഷി പറയുന്ന ആരാന്നാ? പേരോട് ഉസ്താദിന്റെ മകന്റെ അമ്മോശൻ. മകന്റെ അമ്മോശനാണ് സാക്ഷി പറയുന്ന പേരോട് ഉസ്താദ്. ആ സാക്ഷി പറയലിൽ ഒരു പറച്ചിൽ നിങ്ങളൊന്ന് കേട്ടോളൂ. ആ 40 സെക്കൻഡുള്ള ക്ലിപ്പില്ലേ, മറ്റേ ഷെരീഫ് 40 സെക്കൻഡുള്ള ഒരു ക്ലിപ്പില്ലേ, അതൊന്ന് ഇട്ട് കേൾക്ക്. പേരോട് ഉസ്താദിനെ ന്യായീകരിക്കാൻ പറഞ്ഞ് നുണ പറഞ്ഞ് എന്തായി? പറഞ്ഞപ്പോ അല്ലാഹു തആല നാവ് ശരിയായിട്ടങ്ങ് വളച്ചു. ആ വളച്ച നാവിന്റെ കോലം നിങ്ങളൊന്ന് കേട്ടോക്കിയേ. എല്ലാവരും ഒന്ന് കേൾക്കുക ഈ ഭാഗം. മയ്യത്ത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സദസ്സിലേക്ക് വന്നു. ജനാസംസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഉസ്താദിന്റെ ആ ബാധ്യത ഉസ്താദ് നിറവേറ്റിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഒരു ഹ്രവിയായ പണ്ഡിതനുകൾക്കുള്ള സൂക്ഷ്മത ഞാൻ പറയുകയാണ്. നമ്മുടെ ബന്ധപ്പെട്ട ആള് അളിയൻ മുജാഹിദാണോ സുന്നിയാണോ എന്ന് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. സുന്നിയാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് തയ്യാറായിട്ടുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഉസ്താദിനോട് ചോദിച്ചാണ്. ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു സൂക്ഷ്മതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതിന്റെ വലിയൊരു സൂക്ഷ്മതകളൊക്കെ മനസ്സിലാക്കിയില്ലേ? ഒക്കെ മനസ്സിലായില്ലേ? അപ്പോ പേരോട് ഉസ്താദ് സാധാരണ മയ്യത്ത് നിസ്കരിക്കാൻ പോയാല് മയ്യത്ത് നിസ്കാരത്തിന്റെ ജനാസ നിസ്കാരത്തിന്റെ മുമ്പ് എല്ലാവരും ഇങ്ങനെ സെഫിൽ പിന്നെ വരി നിരനിരയായിട്ട് നിന്നാൽ ഉടനെ പേരോട് ഉസ്താദ് ചോദിക്കും, ഹാദാ മയ്യത്ത് മുജാഹിദാണോ സുന്നിയാണോ? പറയൂ. സുന്നിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇറങ്ങിയോടും. ഈ മയ്യത്തെങ്ങാനും സുന്നിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവിടുന്ന് ഓടും. അങ്ങനെ അഫ്സൽ മാഷോട് ചോദിച്ചു. അഫ്സൽ മാഷ് പറഞ്ഞു, ഓ ഉസ്താദേ, ഇത് ഈ മദ്ഹബും അതുപോലെ തന്നെ അശ്അരി ത്വരീഖും സ്വീകരിച്ച കറകളഞ്ഞ നഖ്ശബന്ദിയ ത്വരീഖത്തൊക്കെ സ്വീകരിച്ച ഒരു കറകളഞ്ഞ സുന്നിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പേരോട് ഉസ്താദിന് ഫുള്ള് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ഉസ്താദിനെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിച്ചു. ഇവിടെ നുണ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നുണ പറഞ്ഞാൽ ഇത് നിങ്ങൾ ആലോചിക്കണം. ഇത് ക്ലിപ്പിങ്ങിലെ എല്ലാ എഡിറ്റിങ്ങും നടത്തുന്ന കമ്പനിക്കാര് ഈ ലോക വിഡ്ഢിത്തം പറഞ്ഞിട്ട് അത് വാർത്താ ചാനലിൽ നിന്ന് മാറ്റാൻ അവർക്കിട്ട് മറന്നുപോയി. അതങ്ങൾ നോക്കണ്ടേ? ക്ലിപ്പിങ്ങിലെ എല്ലാ കോട്ടുമല ബാപ്പു ഉസ്താദിന് സ്വീകരണം സ്വാഗതം എന്ന് പറഞ്ഞിട്ട് വാർത്ത അവതരിപ്പിച്ച വിദ്വാൻമാർ. കാരണം ഉസ്താദിനെ ഫോൺ വിളിച്ച വേർത്തനാണ്. വാർത്ത വായിക്കുന്ന ആളുടെ ശബ്ദത്തോട് ചേർത്ത് വെച്ച് അത് ക്ലിപ്പ് എഡിറ്റ് ചെയ്ത് അത് ചേർത്ത് വെച്ച് ജനങ്ങളെ കബളിപ്പിച്ച വിദ്വാൻമാർക്ക് ഇത് നീക്കം ചെയ്യാൻ മറന്നുപോയി. നമ്മളെ മുമ്പിൽ കിട്ടിയ പിന്നെ രക്ഷയുണ്ടോ മക്കളെ? നമ്മളെ മുമ്പിൽ ഈ വിഷയം കിട്ടിയ രക്ഷയുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? ഇത് ജനങ്ങളൊക്കെ കേൾപ്പിച്ചു. എന്നിട്ട് ഇത് ഉൾക്കൊള്ളാൻ ഏപ്പിക്കാർക്ക് പോലും പറ്റുന്നില്ലേ? അതാ രസം.
ഇത് ഈ സംസാരം ഉൾക്കൊള്ളാൻ AP വിഭാഗത്തിലുള്ള സാധുക്കളായ ആളുകൾക്ക് പോലും പറ്റുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ മയ്യത്തിന്റെ മുമ്പെന്ന് പേരോട് ചോദിക്കാവല്ലോ, ഇത് മയ്യത്ത് സുന്നിയാണോ മുജാഹിദാണോ? ഇവിടെ ചങ്ങായിമാരെ, അതിലെന്നല്ലേ കുറ്റ്യാടിയിൽ നിന്ന് വണ്ടിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മൂപ്പർക്ക് ഫോണിലൂടെ ചോദിച്ചാൽ പോരായിരുന്നോ? മൂപ്പർക്ക് ഫോണിലൂടെ ചോദിച്ചാൽ പോരായിരുന്നോ? ഇതേതാ മയ്യത്ത്, സുന്നിയാണോ മുജാഹിദാണോ? മൂപ്പര് ഒളു കൊടുത്ത് പള്ളിക്കൽ വന്ന് സഫിന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കണം. നുണ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കൂനുമായ സാദിഖീൻ, സത്യം പറയുന്ന ആളുകളോട് കൂടെ കൂടണം. നുണപ്രചരണം. എന്നിട്ട് മൂപ്പര് പറയാ, ഞാൻ വ്യക്തമായിട്ട് പറയാണ്. എന്നിട്ട് ഭയങ്കര രസമുണ്ടായി. എന്താ രസോ? ഞാൻ നീണ്ടുപോവാ, എന്നാലും പരമാവധി ചുരുക്കുക. എന്നിട്ട് ഞാൻ ഈ അഫ്സൽ മാഷ ഒന്ന് വിളിച്ചിനാണ്. അഫ്സൽ മാഷ വിളിച്ചപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, സൂറത്ത് യൂസുഫ് ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഓതിക്കൊടുത്തു. ഇയാളെ സുന്നിയാക്കുന്ന തിരക്ക് നോക്കണേ. സൂറത്ത് യൂസുഫ് എന്റെ അളിയന് ഞാൻ ഓതിക്കൊടുത്തിന്. നിങ്ങൾ അറിയോ, സക്കരിയ സലാഹി വരെ ഇപ്പൊ മന്ത്രിക്കുന്ന അനുകൂലം, ഹുസൈൻ സലഫി വരെ ഇപ്പൊ മന്ത്രിക്കാൻ ഖുർആൻ ഓതി മന്ത്രിക്കണം എന്നാ ഹുസൈൻ സലഫി അടക്കം പ്രസംഗിക്കുന്നത്. എന്നിട്ട് ഇയാൾ എന്നോട് പറയാ, സൂറത്ത് യൂസുഫ് ഓതിയിട്ട് ഞാൻ മന്ത്രിച്ചു കൊടുത്തിനേനു. നിങ്ങൾ എങ്ങനെയുണ്ട്? എന്നിട്ട് ഞാൻ ഇയാളെന്താ എന്നോട് പറയുന്നു നോക്കേണ്ടിട്ട് ഞാനിങ്ങനെ കാത്തുനിന്ന്. എന്നിട്ട് ഇയാള് വാർത്തയിൽ ഭയങ്കര പരാതി, എന്റെ ശബ്ദം കേൾപ്പിച്ചില്ല. ഞാൻ ഖത്തറിൽ നിന്ന് ജിഷാൻ മാഹി വിളിച്ചിരുന്നു, എന്നിട്ട് എന്റെ ക്ലിപ്പ് അത് കേൾപ്പിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഞാൻ സക്കരിയ സലാഹിനെ വിളിച്ചിട്ട് സക്കരിയ സലാഹി ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്ന ക്ലിപ്പ് ഞാൻ KCRൽ കൊണ്ടുവരും. ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്ന ക്ലിപ്പ് മണ്ടന്മാരെ ഞാൻ KCRൽ ഇടുവോ? ഇസ്തിഗാസ അത് പുണ്യമാണ് എന്ന് സക്കരിയ സലാഹിനെ കൊണ്ട് പറയിപ്പിച്ചാൽ ആ ക്ലിപ്പല്ലേ ഞാൻ ഇടുക. എന്നിട്ട് പറയാ, എന്നെ വിളിച്ചിട്ട് ക്ലിപ്പ് ഇട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ വിളിച്ചിട്ട് ക്ലിപ്പ് ഇടണം ഇവരെ പൂതി. അതുപോലും ഇവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് കളത്തിൽ ബഷീർ പറയാണ്, 16 കൊല്ലായിട്ട് മുജാഹിദ് പള്ളിയെടുത്ത് പയ്യോളിയില്, 12 കൊല്ലായിട്ട് ഞാനാ സെക്രട്ടറി. ശരിക്കും വെക്കണേ, 16 കൊല്ലായിട്ട് പയ്യോളിയില് മുജാഹിദ് പള്ളിയെടുത്തിട്ട് 12 കൊല്ലാണ് ഞാൻ അവിടുത്തെ സെക്രട്ടറി. അപ്പൊ എത്രമാത്രം മുജാഹിദ് ആദർശമുള്ള ആളാണ് ഈ കളത്തിൽ ബഷീർ. ആ കളത്തിൽ ബഷീർ പറയുന്ന എന്നേക്കാൾ ആദർശമുള്ള ആളായിരുന്നു കുഞ്ഞമ്മദ് ഖാൻ. നോക്കണേ, നിങ്ങൾ സിയാസാക്കി നോക്കണേ, എന്നേക്കാൾ ആദർശമുള്ള ആളായിരുന്നു കുഞ്ഞമ്മദ് ഖാൻ ഈ പറയുന്ന കളത്തിൽ ബഷീറും സമ്മതിക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്ത പരിപാടിയൊക്കെ നിങ്ങൾക്ക്. എന്നിട്ട് ഈ കൂലി വാർത്താ വായനക്കാരൻ മൂപ്പരെ വാർത്തയിൽ പറയാണ്, ഇതിൽ വൈരുദ്ധ്യം നോക്കൂ. കാരണം കുഞ്ഞമ്മദ് ഖാ എന്ന് പറയുന്ന ആള് 25 വർഷമായി, ശരിക്കും വെക്കണേ, 25 വർഷമായി മുജാഹിദ് ആദർശം ഉണ്ട് എന്ന് പറയുന്ന കുഞ്ഞമ്മദ് ഖാനെ പറ്റി ഈ പറയുന്ന കളത്തിൽ ബഷീർ പറയുന്നു 16 കൊല്ലമായിട്ടേ ഉള്ളൂ പയ്യോളിയിലെ പള്ളി വന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? പയ്യോളിയിലെ പള്ളി വന്നിട്ട് 16 കൊല്ലം, കുഞ്ഞമ്മദ് ഖാക്ക് മുജാഹിദ് ആദർശം വന്നിട്ട് 25 കൊല്ലം. അത് വൈരുദ്ധ്യല്ലേ? ഇവർക്ക് സുഖയില്ല, പിന്നെ ആയിരിക്കാ സുഖട്? എടോ, പയ്യോളിയിൽ പള്ളി വരുന്നതും ഒരാൾ മുജാഹിദ് ആദർശം ആവുന്നതും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ പള്ളിയില്ലാത്ത സ്ഥലത്തൊന്നും മുജാഹിദില്ല. എന്റെ മഹല്ലത്തിൽ എന്റെ മഹലിൽ ഒറ്റ മുജാഹിദ് പള്ളിയില്ല. അതിന്റെ അർത്ഥം അവിടെ മുജാഹിദില്ല എന്നാ? എന്നിട്ട് ഈ കാര്യമായ വാർത്തയിൽ ഞാൻ ആലോചിച്ചു, ഇതാണ് ഇവര് ഇങ്ങനെയുള്ള മണ്ട ശിരോമണികളെ വാർത്ത വായിക്കാൻ അയച്ചാൽ എങ്ങനെ ഉണ്ടാവും? എടോ, ഇതിലും നല്ല ഏത് മന്ദബുദ്ധികളെ ഇരുത്തിയിട്ട് വാർത്ത വായിപ്പിക്കലായിരിക്കും. മൂപ്പര് കാര്യമായി പറയാണ്, 16 കൊല്ലമായി പയ്യോളിയിലെ പള്ളി വന്നിട്ട് 25 കൊല്ലായി കുഞ്ഞമ്മദ് ഖാക്ക് മുജാഹിദ് ആദർശം ഉണ്ട്. എന്നിട്ട് ഭയങ്കര രസോ, എന്നോട് ചിരിച്ചുപോയി. ഈ അഫ്സൽ മാഷ് പറയാണ്, അഫ്സൽ മാഷ് മറന്നുവരുത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മിക്കണം. അഫ്സൽ മാഷ് എന്ന് പറഞ്ഞാൽ പേരോടിന്റെ മോന്റെ അമ്മോശൻ എന്ന് പറഞ്ഞ ഭാര്യന്റെ ഉപ്പ, തിരിയാണ്ടായിപ്പോണ്ട. പേരോടിനെ ന്യായീകരിക്കാൻ ഇവർ കൊണ്ടുവന്ന വലിയ സാക്ഷിയാണ്. പേരോടിനെ ന്യായീകരിക്കാൻ ഇവർ കൊണ്ടുവന്ന വലിയ സാക്ഷി മൂപ്പര് പറയാണ്. മൂപ്പർക്ക് ഒരു മനസാക്ഷി കുത്ത്, എന്നാലും മുജാഹിദ് പള്ളിയിൽ തീരെ പോയില്ല എന്ന് പറഞ്ഞ ഒരു കുറച്ചലല്ലേ. അപ്പൊ അഫ്സൽ മാഷ് പറയാണ്, ശരിക്കും കേൾക്കണേ, പണ്ട് കാന്തപുര ഉസ്താദ് എന്നോട് പറഞ്ഞു മർക്കസിലെ മുടി 2 or 3 മുടിയെന്ന. നിങ്ങൾ കേട്ടല്ലേ? 2 or 3 മുടികളാണ് മർക്കസിലുള്ളതെന്ന പണ്ട് മൂപ്പർക്ക് സംശയം. അപ്പൊ അഫ്സൽ മാഷ് പറയാണ്, 1 or 2 തവണ മുജാഹിദ് പള്ളിയിൽ പോയിട്ടുണ്ടാകും. നിങ്ങൾ കേട്ടോ? എന്നിട്ട് ഈ ഇന്റർവ്യൂവിൽ ഈ ചങ്ങായി പറയാണ്,
ഒന്നോ രണ്ടോ തവണ മുജാഹിദ് പള്ളിയിൽ പോയിട്ടുണ്ട്. 3 തവണ പോകാത്ത നന്നായി. 1 2 തവണ മുജാഹിദ് പള്ളിയിൽ പോയി. നിങ്ങൾ ആലോചിക്കണം, ഈ ഇവര് അബ്ദുറഹ്മാൻ സുദൈസി എന്ന് പറഞ്ഞ താനി വഹാബി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ പ്രസംഗങ്ങളിൽ മുഴുവൻ അദ്ദേഹം ഇസ്തിഗാസയെയും തവസ്സുലിനെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെയും അഖീദയെയും അതുപോലെ തന്നെ മദ്ഹബിനൊക്കെ ശക്തമായി ഈ പറയുന്ന അഖീദയെ ശക്തമായി എതിർക്കുന്ന ഈ പറയുന്ന അബ്ദുറഹ്മാൻ സുദൈസി, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്ന് കെട്ടിപ്പിടിച്ച് കൈപിടിച്ച് നോക്കുമ്പോ പിന്നെ ഇവര് പറയുന്നു സുദൈസി സുന്നിയായി, അബ്ദുറഹ്മാൻ സുദൈസി സുന്നിയായി. കാരണം കാന്തപുര ഉസ്താദ് വഹാബിക്ക് കൈകൊടുത്തതല്ല, കാരണം ഉസ്താദ് സുന്നിയാക്കിയതാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു ഈ കമ്പനി. പിന്നെ ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മയ്യത്ത് നിസ്കരിച്ചു എന്നുള്ളത് 100 കണക്കിന് ബുഖാരി മുസ്ലിമിന്റെ സനദ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുന്നത് പോലെ 100 കണക്കിന് ആളുകൾ കണ്ടപ്പോ അപ്പൊ വഹാബിക്ക് നിസ്കരിച്ചിട്ടില്ല പേരോടെന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ എന്ത് ചെയ്ത് ഇവര് തീരുമാനിച്ചു മരിച്ചുപോയ കുഞ്ഞമ്മദ് അങ്ങ് സുന്നിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. കാരണം ഓരോട് പോയിട്ട് ചോദിക്കൂലല്ലോ, മരിച്ചുപോയ ആളുകളോട് ചോദിക്കില്ലല്ലോ എന്തെന്ന് നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ എന്ന് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ടെക്സ്റ്റ് അടിക്കുന്ന ആളുകള് ഞാനുമായി പ്രൈവറ്റിൽ ബന്ധപ്പെട്ടാൽ ഞാൻ ഈ ജനാപത്ത് കുളിക്കാതെ പല പള്ളി ഉദ്ഘാടനങ്ങളും നടത്തിയ ചില കഥകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ ഫാമിലിയൊക്കെ കേൾക്കുന്ന റൂമായതുകൊണ്ട് ഇതിൽ പറയുന്നില്ല, ഞാൻ സ്വകാര്യത്തിൽ പറഞ്ഞുതരും. അത്തരം ആളുകൾ ഞാനായിട്ട് പ്രൈവറ്റിൽ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോ അതിലേക്ക് ഞാൻ പോകുന്നില്ല, വെറുതെ ചൊറിഞ്ഞു വാങ്ങരുത് ഇറന്നു വാങ്ങരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ഏതായാലും അമീർ ഭായ് ഒന്ന് എനിക്ക് PM ചെയ്യണം. ഒരു മിനിറ്റ്, അമീർ സാഹിബ് ഒന്ന് PM ചെയ്യാ. ഇരിക്കട്ടെ, ഞാൻ കൂട്ടത്തിൽ പറയാം. അപ്പോ ഈ പറയുന്ന ഈ കുഞ്ഞമ്മദ് ഖാൻ, ഈ കുഞ്ഞമ്മദ് ഖാന്റെ ഈ വിഷയം ഇവര് ന്യായീകരിക്കാൻ വേണ്ടി പെട്ട പെടാപ്പാട്, എന്നിട്ട് ഈ പെടാപ്പാട് മുഴുവൻ നടത്തിയിട്ട് ഇത് സമൂഹത്തിന് മുമ്പ് നമുക്ക് എന്ന സത്യത്തില് ഇവരല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യന്മാരായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? അല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യനാണ് ഈ മനുഷ്യന്മാരാണ് APക്കാരെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇവർക്ക് മാന്യമായിട്ട് പറയാം. അതായത് പണ്ട് അദ്ദേഹത്തിന് ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിന് പണ്ട് കുറച്ച് മുജാഹിദ് ആദർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഇപ്പൊ കുറഞ്ഞ് 1.5 വർഷമായിട്ട് ഇപ്പൊ കിടപ്പിലാണ്. അദ്ദേഹം ഇപ്പോ അദ്ദേഹം 100% അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആ ഒരു നിലയിലാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഉസ്താദ് വന്ന് നിസ്കരിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? മാന്യമായ, അത് അപ്പറയുന്നതിന് ചിലപ്പം കളവാണെങ്കിലും മാന്യമായ ഒരു അങ്ങനെ ഉണ്ടല്ലോ, കളവ് പറയുന്നതിൽ ഒരു മാന്യത പുലർത്തുക എന്നുള്ള ആ ഒരു റൂട്ടുണ്ടല്ലോ, കളവ് പറയുന്നതിൽ ഒരു മാന്യത, ആ ഒരു റൂട്ട് സ്വീകരിക്കുന്നതിന് പകരം പയ്യോളിയുള്ള ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട്, പയ്യോളിയുള്ള ആളുകളെ മുഴുവൻ വിഡ്ഢി കോമരം കെട്ടിച്ചുകൊണ്ട് ഒരു മുജാഹിദ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ പേരോട് റഹ്മാൻ സഖാഫി മയ്യത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ സുന്നിയാക്കി നിങ്ങൾ രംഗപ്രവേശനം ചെയ്താൽ അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഉസ്താദെ? കാരണം ജീവിതകാലത്ത് മുജാഹിദിന്റെ പള്ളിയുടെ മുമ്പിലൂടെ വല്ലവരും സൈക്കിൾ എടുത്ത് ഓടിച്ചു പോയെങ്കിൽ അവനെ മുജാഹിദാക്കാൻ താല്പര്യവും വെപ്രാളവും കൊള്ളുന്ന ആളുകൾ, കാരണം പാവപ്പെട്ട അൻസാർ മാഷി ഞാനുമായി എന്റെ വീട്ടിൽ വന്നു, ഞാനുമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തോട് സലാം പോലും ചൊല്ലാത്ത AP വിഭാഗത്തിലുള്ള തീവ്രവാദികളായ ആളുകൾ, അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് ഹാജി എന്ന് പറയുന്ന അവിടെയുള്ള വളരെ സജീവമായി ജീവിതകാലം മുഴുവൻ AP വിഭാഗത്തിന് വേണ്ടി എല്ലാം ഉഴിഞ്ഞുകൊടുത്ത ആള്, IPC എന്ന സ്ഥാപനത്തിലുള്ള കണക്കുകളെ സംബന്ധിച്ച് ചോദിച്ച കാരണത്താൽ മാത്രം, പേരോട് റഹ്മാൻ സഖാഫിയുടെ സ്ഥാപനമാകുന്ന IPCയുമായി ബന്ധപ്പെട്ട കണക്കുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ കാരണത്താൽ മാത്രം അദ്ദേഹത്തെ പിണങ്ങി, അദ്ദേഹത്തെ ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കക്ഷികള്, അവര് ഇപ്പൊ ഇവർക്ക് ആദർശം പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞത്,
ഇപ്പൊ ഒരു വിഷയത്തിലും ഒന്നുമില്ല. ഇപ്പം മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും ഇപ്പൊ ആദർശ വിഷയത്തിൽ ഇവരെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഇവരെ വിഷയം ഞങ്ങൾക്കും കിട്ടണം, ദീപസ്തംഭം മഹാശ്ചര്യം, ഞങ്ങൾക്കും കിട്ടണം പണം. ഏതായാലും ഞാൻ ദീർഘിക്കുന്നില്ല. ഷെരീഫ് ഭായി അവിടെ ഉണ്ടല്ലോ. ഏതായാലും നിങ്ങൾ പിന്നെ ആ ഒരു ക്ലിപ്പ് കൂടി ഇട്ടോളൂ. ഒരു 2 മിനിറ്റും 4 സെക്കൻഡുള്ള ക്ലിപ്പില്ലേ, അതൊന്ന് ഇട്ടോളൂ. അത് ഇട്ടതിന് ശേഷം ഞാനൊന്ന് മൈക്കെടുക്കും ഇൻഷാ അല്ലാ. അത് സാധാരണ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു ബർക്കത്തിന് വേണ്ടി ചില സംഭവങ്ങൾ പറയാറുണ്ട്. ഉസ്താദിനെ കൊണ്ട് തന്നെ ഞാൻ ബർക്കത്തിനൊരു സംഭവം പറയിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ശേഷം ഞാൻ വിശദീകരിച്ച് പിന്നെ മൈക്ക് വിടും ഇൻഷാ അല്ലാ. അതിന്റെ ശേഷം സുന്നിസവും മറ്റുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യണം. ഷെരീഫ് ഭായ് 2 മിനിറ്റും 4 സെക്കൻഡുള്ള ക്ലിപ്പ് ഒന്ന് ഇട്ടോളൂ. പലപ്പോഴും അവരുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ എന്തിനാണ് ഒരു SIS, എന്തിനാണ് ഒരു SSF, എന്തിനാണ് മർക്കസ്, എന്തിനാ CM സെന്റർ, എന്തിനെ സിറാജുൽ ഹുദ, എന്തിനെ മജ്മ, എന്തിനെ മഅദിൽ, എന്തിനെ ഹികമിയ, എന്തിനാണ് സഅദിയ, എന്തിനാ മഖർ എന്നിങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളെയും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകളെയും നമ്മുടെ സംഘടനകളെയും സംഘടനയുടെ നേതാക്കളെയും ചോദ്യം ചെയ്യുന്നത് കാണുമ്പോ മനസ്സിലാക്കണം, വഴി തെറ്റിപ്പോയിട്ടുണ്ട്. മഹാന്മാരെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ആൽദം പ്രകടിപ്പിക്കുന്നത് കണ്ട് പെട്ടുപോകരുത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ രേഖപ്പെടുത്തിയില്ലേ, ഒരു മഹാനായ പണ്ഡിതന്റെ സമീപത്ത് നിന്നുകൊണ്ട് ആ പണ്ഡിതന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിച്ചു കൊണ്ടിരുന്നൊരു ശിഷ്യൻ, കുറച്ചു കാലമായി ആ ശിഷ്യനെ പണ്ഡിതന്റെ സദസ്സ് കാണുന്നില്ല, പണ്ഡിതന്റെ ക്ലാസ്സിൽ കാണുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചു, എന്ത് പറ്റി അദ്ദേഹത്തിന് എന്തേ കാണാത്തത്? അന്വേഷിക്കലൊരു നിർബന്ധമേ. മുതഅല്ലിമീങ്ങളെ കാണാതിരുന്ന മുദരിസുമാർ അന്വേഷിക്കണം. മദ്രസയിലെ കുട്ടികളെ കാണാൻ ഞാൻ ഉസ്താദുമാരെ അന്വേഷിക്കണം. ഫോൺ ചെയ്യുമ്പോ പുരുഷന്മാരെ ഫോൺ ചെയ്യണം. ആരെങ്കിലും ഫോൺ ചെയ്ത് പ്രശ്നം സൃഷ്ടിക്കരുത്. സുബ്ഹാനല്ലാഹ് പറഞ്ഞു വന്നത്. കാരണം ചിലപ്പോ ഫോൺ എടുക്കുന്ന ആള് നല്ല ആളെ, ഫോൺ എടുക്കുന്ന ആളെ കുടുംബത്തിൽ അല്ലെ അയൽവാസികളുടെ കൂട്ടത്തിൽ പിന്നണ്ടാക്കാൻ വിചാരിക്കുന്നവരുണ്ടാവും. ചിലപ്പോ പാവ മുസ്ലിയാരെന്ത് ചെയ്യും, ഈ ഫോൺ നമ്പർ കൊണ്ട് മാത്രം ചിലപ്പോൾ ജയിലിൽ കൊണ്ടുവരും. അള്ളാഹു കാക്കട്ടെ. അങ്ങനത്തെ കുതന്ത്രക്കാരുടെ കാലമാണ് എന്നുള്ള ബോധവും നമുക്കുണ്ടാകണം. അപ്പൊ സഹോദരൻ, നമുക്ക് അയലിമിനെ കാണാതിരുന്നാൽ അന്വേഷിക്കണം, കുട്ടികളെ കാണാതിരുന്നാൽ അന്വേഷിക്കണം. ഈ മഹാൻ അന്വേഷിച്ചു, എന്തേ ഇയാളെ കാണാത്തത്, ഈ കുട്ടി എന്തേ കാണാത്തത്? അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, മുത്തഅല്ലിമീങ്ങളെ കാണാതായാൽ അന്വേഷിക്കണം. ഉസ്താദുമാർ ആരന്വേഷിക്കണം? മുത്തഅല്ലിമീങ്ങളെ അന്വേഷിക്കണം. അല്ല ഉസ്താദേ, നിങ്ങളിപ്പോ പറഞ്ഞെന്താ? വഴി തെറ്റിപ്പോയാൽ വിളിച്ച് അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നു ഉസ്താദേ, എന്തേ നിങ്ങൾ ഒരുപാട് ആളുകൾ പയ്യോളിയിൽ നിന്ന് നിങ്ങളെ മുത്തഅല്ലിമീങ്ങളായിട്ട് നിങ്ങൾ ഒരു കാലത്ത് സ്നേഹിച്ച ഒരുപാട് ആളുകൾ പയ്യോളിയിൽ നിന്ന് കൊയ്തു പോയപ്പോ എന്തേ ഉസ്താദേ നിങ്ങൾ അവരെ വിളിപ്പിക്കാതിരുന്നത്? ഞാൻ ചോദിക്കുക, എന്തേ വിളിപ്പിക്കാതിരുന്നത്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ മദ്ഖലിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ കാണാതായാൽ അന്വേഷിക്കണം, അവരെ വിളിപ്പിക്കണം എന്ന് പറഞ്ഞ പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ അൻസാർ മാഷ വിളിപ്പിക്കാതിരുന്നത്? എന്തേ നിങ്ങൾ അൻസാർ മാഷ അടക്കമുള്ള പയ്യോളിയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നിങ്ങളെ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ വിളിപ്പിക്കാതിരുന്നത്? അപ്പൊ മദ്ഖല് വേണ്ടേ? ഇപ്പൊ ഇബ്നുൽ ഹാജ് തങ്ങൾ വേണ്ടേ? ഇപ്പം മദ്ഖലും ഇബ്നുൽ ഹാജ് തങ്ങളെ നിങ്ങൾ മറന്നുപോയോ ഉസ്താദേ? എന്നാൽ നിങ്ങൾ രസം കേൾക്കണോ സുഹൃത്തുക്കളെ? നമ്മുടെ അൻസാർ മാഷ് മൂപ്പര് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏകദേശം 44 തവണ പേരോട് റഹ്മാൻ സഖാഫിയെ വിളിച്ചു. ശരിക്കും കേട്ടോ, കുറിച്ചു വെച്ചോ. 44 തവണ പേരോട് റഹ്മാൻ സഖാഫിയെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട്
കൂടെയുള്ള ഖാദിമിനെ കൊണ്ട് മറുപടി, എന്താ മറുപടി എന്നാ, വെള്ളിയാഴ്ച വന്നോളീൻ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ, വെള്ളിയാഴ്ച അവിടെ പല ആൾക്കാരുണ്ടാവും. അപ്പൊ അൻസാർ മാഷ് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വരണം എന്ന് പറഞ്ഞാൽ ഒരു സമയം തന്നോളും, ഞാനും കുറച്ച് ആളുകളുണ്ടാവും, എന്നിട്ട് ആ സമയത്ത് ഞാൻ വരാം എന്ന് അങ്ങോട്ട് ആ ഖാദിമിനോട് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ഞാൻ ഉസ്താദിനോട് ചോദിച്ചിട്ട് നാളെ പറഞ്ഞുതരാം, നാളെ നിങ്ങൾ വിളിച്ചോ, നാളെ നിങ്ങൾ വിളിച്ചാൽ നാളെ മറുപടി പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് നാളെ എന്ന് പറഞ്ഞ ദിവസം അൻസാർ മാഷ് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. പേരോട് ഉസ്താദ് ആകെ കുടുങ്ങി. കാരണം എന്തെങ്കിലും പറയണ്ടേ, കാരണം ഫോൺ എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ക്ലിപ്പാവും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറുണ്ട്, ഇന്ന സമയത്ത് വാന്ന് പറഞ്ഞാൽ അൻസാർ മാഷും കൂട്ടരും പയ്യോളിയിലുള്ള ടീം മുഴുവൻ സിറാജുലുദയിലേക്ക് പോകാൻ കാത്തിരിക്കുക, അത് കുടുങ്ങും. പിന്നെ മൗനം വിദ്വാനും ഭൂഷണം, മൗനം വിദ്വാനും ഭൂഷണം, അതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഫോൺ എടുത്തില്ല. എന്നിട്ട് ഓഫീസിൽ അൻസാർ മാഷ് നിരന്തരം വിളിച്ചു, ഞങ്ങൾക്ക് പേരോട് ഉസ്താദിനോട് കണ്ട് ചില വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഈ നിഴലിന്റെ വിഷയമടക്കം പല വിഷയങ്ങളും പേരോട് ഉസ്താദിനോട് നേരിട്ട് കണ്ട് സംസാരിക്കാനുണ്ട് എന്ന് പലകുറി ആവർത്തിച്ച് ചോദിച്ചിട്ട് ആ സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഞാൻ പറയാൻ കാരണം, ഇത് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതിന്റെ ഒറ്റ കാരണം ആദർശം എന്ന് പറയുന്ന ഒരു സാധനം അത് ട്രൗസറിന്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോയതുകൊണ്ടാണ്. ആദർശം എന്ന് പറയുന്ന സാധനം അത് കയ്യിൽ നിന്ന് ചോർന്നു പോയത് കൊണ്ടാണ്. കയ്യിൽ ആദർശം എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉള്ള പരിപാടി എന്താ? സ്വാന്തനം, ആംബുലൻസ് വാങ്ങല്, തൈ നടല്, തെങ്ങ് തൊടല്, പിന്നെ കുഷ്ഠരോഗി നിവാരണം. ഇതൊക്കെ കണ്ടാൽ വിചാരിക്കും, ഇവിടെ സാമൂഹിക സംഘടനകളൊന്നും കേരളത്തിൽ ഇല്ല. ഇവര് ചെയ്തിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ സത്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അതേസമയത്ത് AP വിഭാഗത്തിലുള്ള പ്രവർത്തകന്മാർ വിളിക്കുന്ന സമയത്ത് ഉസ്താദെ നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം കഴിക്കുന്നതിന്റെ വിധി എന്താ, അത് ഞങ്ങൾ ഇപ്പൊ പറയൂല. പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ പറയാ? നിങ്ങൾ ഇപ്പൊ എന്താ പറയാ? പശു വളർത്തലിന്റെ കാര്യോ, അല്ലെ തേങ്ങന്റെ കാര്യോ, കൊട്ടടക്കന്റെ കാര്യോ? നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറയാൻ ഇപ്പൊ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയല്ലേ? അത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരെ നിങ്ങൾ തെറി വിളിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഏതായാലും ബാക്കി സുന്നിസം അത് പിന്നെ ഖത്മ് ചെയ്തോളും, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ആദർശപരമായി 100% ഓട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം ഞാൻ 100% എന്ന് പറയാൻ കാരണം ഒരു 40% എന്നൊക്കെ പറഞ്ഞാൽ ആദർശം കുറേശ്ശെ പോവുള്ളൂ. ഇതിപ്പം ഒറ്റയടിക്ക് ആദർശം ഒലിച്ചു പോയി. ഒരു മുജാഹിദിന്റെ മുമ്പിൽ നിന്ന് നെഞ്ഞി വിരിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ തരം താണിരിക്കുകയാണ്. എവിടെ ഒരു സംവാദം, മസ്കത്ത് സംവാദം എന്നുള്ള പേരിൽ നിങ്ങൾ ഇന്ന് നിങ്ങളെ ഏറ്റവും വലിയ ശത്രുവായി ചിത്രീകരിക്കുന്ന നൗഷാദ് ഹസനി ഒരു സംവാദം നിങ്ങളെ സംഘടനയുടെ പേരിൽ നടത്തി എന്നതല്ലാതെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സംഘടന നടത്തിയ ഒരു സംവാദത്തിന്റെ ലിസ്റ്റ് എവിടെയോ? നിങ്ങൾ ആദർശം ചർച്ച ചെയ്യാൻ വേണ്ടി തുറന്ന ഒരു റൂമായിരുന്നല്ലോ, ഒരു റൂം, ഇപ്പം അടുത്ത് മരിച്ചു റൂം. ആ റൂമിൽ ഈ വിവാദം നടന്നതിന് ശേഷം നിങ്ങൾ എത്ര സംവാദം നടത്തി ഒന്ന് പറയണം സമൂഹത്തോട്. എത്ര വ്യവസ്ഥ അവിടെ നടത്തി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കാരണം ആദർശം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം മരനടലും പശുവിന്റെ പാല് കറക്കലും ചാണകം കോരലും ഒക്കെയാണ്. ഇതിനൊരു മുഷാവറ വേണോ വേണ്ടിയോ ഇൻഷാ അല്ലാഹ് സുന്നിസം പറയും. സുന്നിസം മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, വളരെ നല്ല വിശദീകരണം പ്രിയപ്പെട്ട ജിഷാൻ മാഹി അദ്ദേഹത്തിൽ നിന്നുണ്ടായി. ഏതായാലും ഇപ്പോ ഏകദേശം ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ ആയി നല്ലൊരു ആൾക്കൂട്ടം ഉള്ള സമയത്ത് തന്നെ നാട്ടിലെ ആളുകൾക്കും കേൾക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് SSFന്റെയും SYSന്റെയും നേതാക്കളുടെ ക്ലിപ്പുകൾ, പുതിയ ക്ലിപ്പുകൾ, ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യമാകുന്ന, കേൾക്കുന്നവരെ അക്ഷരാർത്ഥത്തിൽ കോരിത്തരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ജിഷാൻ മാഹിയുടെ പുതിയ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ്
അടുത്ത ദിവസം തന്നെ നമുക്ക് പുറത്തുവിടാം എന്ന് പ്രിയപ്പെട്ട ജിഷാൻ മാഹി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം സമയം ഇവിടെയൊക്കെ ആളുകൾക്ക് ഇവിടെ 2:30 മണി കഴിഞ്ഞു. ഒരു ഉറക്കച്ചടവോടുകൂടി ഒരു വിശദീകരിച്ചാൽ മുഴുവനാകില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഉദ്ദേശിച്ചു നിന്ന ആളുകൾ ഉണ്ടെങ്കിൽ പൂർവോപരി ശക്തിയോടുകൂടി ആവേശത്തോടുകൂടി തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് ആളുകളെ കേൾപ്പിക്കണം. സത്യം പറഞ്ഞാൽ ജീവനുള്ള ഐഡികൾ നമ്മളെ ക്ലാസ്സിൽ മാത്രമാണ്. അത് ക്ലാസ് റൂം ഓഫായി ഏകദേശം ഒരു DC ഒരു ചെറിയൊരു DC വന്ന് കുറെ രാജ്യത്തെ ആളുകൾ പോയ ശേഷം ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. മറ്റുള്ള ക്ലാസ് റൂമിലൊന്നും ആ പോയ ആളുകൾ പിന്നെ കയറി വരുന്നത് കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം അവരാരും ക്ലാസ് റൂമിൽ അവരെ ക്ലാസ്സിന് മുമ്പിലില്ലാന്ന്. നമ്മളത് പോയ ശേഷവും ഉണ്ടായിരുന്ന ആളുകൾ തിരിച്ചു വന്നു എന്നുള്ളത് ക്ലാസ് റൂമിന്റെ സജീവതയെ സൂചിപ്പിക്കുന്നതാണ്. ആരോഗ്യപരമായ ചർച്ചകളും സജീവമായ ഇടപെടലുകളും അത് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇന്നും നമ്മുടെ ഇടത് അല്ലെങ്കിൽ മുടി വിഭാഗത്തിന്റെ ആളുകൾ ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമാണ് നമുക്കുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി ജിഷാൻ മാഹിയും മുഹമ്മദ് യാമന്തളിയും നൗഷാദ് അഹ്സനിയും ഒക്കെ ഇതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ കേൾക്കാൻ വന്നവരും നമ്മളോട് സംവദിക്കാൻ വന്നവരും കൊമ്പ് കോർക്കാൻ വന്നവരുമായിരുന്നു. അവരെ വിശ്വാസം അവരുടെ നേതാക്കന്മാർ 100% സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്നും അവർ ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായിരുന്നു എന്നുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അന്ന് അങ്ങനത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സജീവമായി ആ വിഭാഗത്തിന് വേണ്ടി അവരാലാകുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു ഫ്രണ്ടാകാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയും. ഉസ്താദേ അസ്സലാമു അലൈക്കും ഞാനാണേ ഉസ്താദേ എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ അല്ലേ? അത് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാണി. ആർക്കെങ്കിലും നമ്മളെ ക്ലാസ് റൂമിൽ ഒരാൾക്ക് കഴിയുമോ? തിരക്കിലാണോ? ശരി സാറേ തിരക്കിലാ? തിരക്കിലൊന്നുമില്ല. പക്ഷേ പറയാം എവിടെ കുഞ്ഞു വെച്ച് എന്തൊക്കെ ഉണ്ട് അർജ് വിളിക്കുമ്പോ ഇങ്ങനെ ചോദിക്കോ? തീർച്ചയായിട്ടും ഉസ്താദ് എന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അത്രമാത്രം അവരുടെ ജനറൽ സെക്രട്ടറിയോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ അവരുടെ മുഷാവറ തുല്യമായ ഒരാളെന്ന് പറയാം. സത്യത്തിൽ മുഷാവറയിലും കൂടി അങ്ങനത്തെ ഒരു ബന്ധം ഉള്ള ആളുകൾ വളരെ ദുർലഭമായിരിക്കും അവരെ മുഷാവറയിൽ ഉണ്ടാകുക അല്ലേ? അവരെ മുഷാവറയിൽ അത്രമാത്രം കാന്തപുരത്തോടുള്ളൊരു ബന്ധമുള്ള ആളുകൾ വളരെ ദുർലഭമാണ് ഉണ്ടാകുക. നമ്മുടെ കാഴ്ചയിൽ നമ്മളങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രമാത്രം വലിയൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന പേരോടിനോടൊക്കെ ആണെങ്കിലും ആണ് എന്ന് പറയുമ്പോലെ അതേമാതിരി പൊന്മളയോടും അതേപോലെ അവരുടെ മുഴുവൻ നേതാക്കന്മാരോടും ഒരു എടാപോടാ ബന്ധം സ്ഥാപിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു എത്രമാത്രം നമ്മൾ എല്ലാ നിലക്കും ഞാനത് വിശദീകരിക്കണില്ല, അത്രമാത്രം വലിയൊരു ബന്ധം സ്ഥാപിച്ചിരുന്ന ജിഷാൻ മാഹി അവരെ എല്ലാമായിരുന്നു. അദ്ദേഹത്തിനും അവർ എല്ലാമായിരുന്നു. ആ ക്ലിപ്പുകളൊക്കെ അതിന്റെ തുടക്കം കേൾക്കുകയാണെങ്കിൽ, ആ ക്ലിപ്പുകളുടെയൊക്കെ സ്റ്റാർട്ടിങ് കേൾക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പോലും
പറയാത്ത കുറെ രഹസ്യങ്ങളുണ്ടാവും. പക്ഷെ അവരതൊക്കെ ജിഷാൻമായിനോട് പറയുന്നുണ്ട്. അതായിട്ടും വലിയ രസം. നമ്മളൊക്കെ പല വിഷയങ്ങളും നമ്മളെ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്തപ്പോ എന്തെങ്കിലും അവിടെ ഇരുന്നു, എന്തേ പുറത്ത് ചർച്ച ചെയ്തിരുന്നു, എന്തേ മുപ്പര് വന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം ഇല്ലാന്ന് പറഞ്ഞു. ഇത്ര നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ സാധാരണ കാര്യങ്ങളോട് അതിങ്ങനെ വിഷയം കിട്ടോ, നമ്മളെ പിന്നെ ഇങ്ങനെ നമ്മളെ SKSFന്റെ സംസ്ഥാന സമിതിയുടെ ഒരു കാര്യം പറയുന്നു, അവിടെ നമ്മളിപ്പോ ഇനിയിപ്പോ നമ്മളെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു, അവിടെ നമ്മളിപ്പോ എന്തൊക്കെ കാട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പൊ നമ്മളെങ്ങനെ ഇവിടുന്ന് ഇത്ര ഇതൊക്കെ നമ്മൾ പറയാം വേറെ കാര്യം. കാരണം ഇടപെടേണ്ട ഒരു വിശേഷ കാര്യമല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുഷാവറിയിലെ കാര്യങ്ങൾ, ഇനി മുഷാവറി പോകുമ്പോ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഇവര് പരസ്പരം ചർച്ച ചെയ്യുന്നു. നാളെ നമ്മളെ ഉസ്താദ് മുഷാവറി പോകുമ്പോൾ നിങ്ങൾ ഉസ്താദങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചോദിക്കൊണ്ട് മൂപ്പരുണ്ട് പോയി ചോദിക്കുക, നിങ്ങൾ വന്നിട്ട് ജിഷാനോട് പറയാം ഞാൻ ഇങ്ങനെ ചോദിച്ചു, അപ്പൊ മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു. ഈ രൂപത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്ന ഇവരുടെ മുഷാവറ യോഗങ്ങൾക്ക് പോലും പോകുന്ന സമയത്ത് ഇവർ നടത്തിയിരുന്ന അതിന്റെ മുൻ മുഷാവറ നടത്തിയിരുന്നത് ജിഷാൻമാരുടെ അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ജിഷാൻമാഹി ഒരു ദിവസം നേരെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് കയറി വരാൻ ഉണ്ടായ സാഹചര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. അതിനുണ്ടായൊരു സാഹചര്യം എന്താണ്? അതിനുണ്ടായൊരു സാഹചര്യം ഈ മുടിയാണ് അല്ലേ? അവർക്ക് തള്ളിപ്പറയാൻ ഒരു നിരക്കും കഴിയില്ലല്ലോ. അവരുസ്താദുമാരും അവരുടെ നേതാക്കന്മാരും വലിയ കശ്ഫ് കറാമത്തും ദീർഘവീക്ഷണവും ആളെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരും കുത്തുബുൽ ആലോക്കായ ആൾക്കാരെ കൂടെ ജിഷാൻമായി അവരുടെ ഒരു ചതിയനായി, വഞ്ചകനായി, മുനാഫിക്കായി, നമ്മാമായി അവരെ കൂടെ നിൽക്കാൻ കഴിയും? ആ വിശ്വാസം അവർക്കന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സ് കാണാൻ കഴിയുന്ന വലിയ വലിയ നേതാക്കന്മാരല്ല അവർക്ക്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് സംഭവിച്ച വലിയ വിപത്ത് നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയും. ഏതൊരു സംഘടനയാണെങ്കിലും കളിക്കൊരു പരിധിയുണ്ട് എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കളിക്കൊരു പരിധിയുണ്ട്. കളിച്ച് 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലും കളി നടത്തിയാൽ കളി പഠിയുക തന്നെ ചെയ്യും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്ന ജിഷാൻമാഹിയും അതിനു മുമ്പ് വന്ന മുഹമ്മദ് യാമന്തളിയും നമ്മുടെ ക്ലാസ് റൂമിലെ സിംഹഗർജനമായ നമ്മുടെ ARCKPയും നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോ നേരത്തെ 2-3 ക്ലിപ്പുകൾ ഇട്ട നൗഷാദ് ഹസനിയും ഒക്കെ അവരുടെ ആവേശവും അവരുടെ പ്രവർത്തകരുടെ എല്ലാമായിരുന്നു. ജിഷാൻമാഹിയെയും നൗഷാദ് ഹസനിയെയും മുഹമ്മദ് യാമന്തളിയെയും ഒക്കെ മാറ്റി നിർത്തി അവർക്കൊരു സംഘടന ഉണ്ടായിരുന്നില്ല. അവരുടെ ചെറുപ്പക്കാരുടെ, അവരുടെ യുവാക്കളുടെ, അവരുടെ സംഘടനാ പ്രവർത്തകരുടെ ആവേശവും അവരുടെ എല്ലാമായിരുന്നു ഇവരൊക്കെ. നജീം തന്നല മൈക്കുവാണോ? അയാൾ പോയോ? എന്തിനു ബൗൺസ് ചെയ്തു? നജീം തന്നെ എന്തിനു ബൗൺസ് ചെയ്തു? എന്തിനൂടെ ഇട്ടുപോയോ? അയാൾ ഒറ്റപ്പായാലോ? ആരാണ് DC? ഞാൻ DC അല്ലല്ലോ. ആളെ ഇൻവൈറ്റ് ചെയ്യും. ഇഷ്ടോ? അതാരാ? ജീവിതകാരാ? അയാളെന്ന് ആഡ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യും. അയാൾ റീസ്റ്റാൻഡ് ചെയ്തിരുന്നാണ്. അതറിയാതെ മുസ്തു മറ്റേ നമ്മുടെ ആളായിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. ഓക്കെ. അല്ല, അയാൾ റീസ്റ്റാൻഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ്. അയാൾ മൈക്കിനാണെങ്കിൽ റീസ്റ്റാൻഡ് ചെയ്യാൻ പറയും. അപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംഘടനകൾക്കൊക്കെ അതീതമായി ഒരു സംഘടനക്കൊക്കെ വേണ്ടി സത്യത്തെ മറച്ചു വെക്കുന്ന ഒരു സംവിധാനം നമുക്കൊക്കെ അതിന് സാധിക്കുമെന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ.
നമുക്ക് നമ്മളെ സംഘടനക്ക് അതിന്റെ ആവശ്യമില്ല, ആവശ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായാൽ സത്യം മറച്ചു വെച്ച് അസത്യം പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. ഒരു 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 ഒന്ന് ചിന്തിക്കുക, നമ്മൾ അങ്ങനെ സംഭവിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് ഹാപ്പൻ, അല്ലെ, അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. നമുക്ക് സത്യത്തിനെതിരെ ആ അസത്യവുമായി കൂടെ നിന്ന് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നമുക്ക് അസത്യത്തിന്റെ കൂടെ വെക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ലല്ലോ. ഇവരെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് മുറിയുന്നില്ല വിശ്വാസത്തിനെതിരെ, റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവന്റെ ഹബീബിന് നൽകിയ ഖുസൂസിയത്തുകളൊക്കെ തകർത്തെറിഞ്ഞിട്ട് നമ്മളെ സംഘടന നിലനിൽക്കുള്ളൂ എങ്കിൽ നമ്മൾ ആ സംഘടനയിൽ പ്രവർത്തിക്കുമോ? അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത് മുറിഞ്ഞാലേ നമ്മളെ സംഘടനക്ക് നിലനിൽപ്പുള്ളൂ എങ്കിൽ നമ്മൾ ആരെങ്കിലും ആ സംഘടനയിൽ പ്രവർത്തിക്കുമോ? അങ്ങനത്തെ ഒരു സംഘടനയിൽ നമ്മൾ ആരെങ്കിലും പ്രവർത്തിക്കുമോ? ഈമാനുള്ളൊരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലേ നമുക്ക് പ്രധാനം, പരിശുദ്ധ ദീനല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനം, അള്ളാഹും അവന്റെ റസൂലും അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനം. അപ്പൊ അങ്ങനത്തെ ഒരു മുസ്ലിമിന് ഒരിക്കലും അതിന് കഴിയില്ല. ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഇത് കഴിയണു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഒരിക്കലും സമസ്തയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല, 100% നമുക്ക് വിശ്വസിക്കാം. ഇനി ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരാളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയില്ല, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ജോയിന്റ് സെക്രട്ടറി വരെ ആയി ഉയർന്ന ആളുകൾ, ഉപാധ്യക്ഷർ വരെ ഉയർന്ന ആളുകളെയൊക്കെ കച്ചവടക്കാരായിട്ടും കണ്ട് പുറത്താക്കല് സമസ്ത ചെയ്തത്. നമ്മളെ ജോയിന്റ് സെക്രട്ടറി ആണെന്ന് കേട്ട് നിർത്തിയോ? സംസ്ഥയുടെ ജോയിന്റ് സെക്രട്ടറി ആണെന്ന് കരുതി നിർത്തിയോ? SISന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് കരുതി നമ്മൾ സംരക്ഷിച്ചോ? SISന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് കരുതി നമ്മൾ സംരക്ഷിച്ചോ? ഇല്ലല്ലോ. നമ്മളെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി, SISന്റെ സംസ്ഥാന പ്രസിഡന്റായി, SISന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാര്യദർശിയായി വന്ന ആളുകളൊക്കെ തെറ്റ് കണ്ടപ്പോൾ അവര് നമ്മൾ പുറത്താക്കുന്ന നമുക്ക് പ്രശ്നമാണ്, അത് നമ്മളെ ആളുകളാണ്, നമ്മളോട് കൂടെ നിന്ന ആളുകളാണ് എന്ന് കരുതി അവരെ സംരക്ഷിക്കുന്നൊരു നിലപാട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അല്ലാതെ ഒരു സംഭവത്തിന് നമുക്ക് കൂട്ടിക്കാൻ കഴിയില്ല. മുസ്ലിം ഉമ്മത്തിന് അങ്ങനത്തെ ഒരു സംഭവമായി ഈമാനുള്ളൊരു മനുഷ്യന്, പ്രവാചക സ്നേഹമുള്ള ഒരാൾക്ക് അങ്ങനെ അതിന് കൂട്ടിക്കാൻ കഴിയില്ല. അതൊരു സംഘടനാ സങ്കുചിതത്വമോ ഒരു സംഘടനാ ബന്ധം ഒരു ബന്ധനമായി മാറുമ്പോ അത് സൃഷ്ടിച്ചെറിയാനല്ലേ ഒരു മുന്നിന്റെ ഈമാൻ എന്ന് പറയുന്നത്, അതല്ലേ ഒരു മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മശായിഖന്മാരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ഈമാനിക വെളിച്ചം എന്ന് പറയുന്നത് അതല്ലേ. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക, അതിനൊരു നേതാവോ അതിനെതിരെ ഒരു സംഘടനയോ അതിനോടുള്ളൊരു ബന്ധങ്ങളൊന്നും നമുക്ക് ബന്ധനങ്ങളാകാൻ പറ്റൂല. അതിന്റെയൊക്കെ ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളാകാൻ പറ്റൂല. അത് ഏത് സംഭവമാണെങ്കിലും അതാണ് അങ്ങനെ. അത് എന്ത് സംഭവം, ഏത് സംഘടനയാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സമയത്ത് ആ സംഘടന നമ്മളെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ വിശ്വാസത്തിന്, ആദർശത്തിന്, നമ്മൾ നാളിതുവരെ പ്രചരിപ്പിച്ച് വിശ്വസിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ബന്ധം അതൊരു ബന്ധനമായി നമുക്ക് മാറും. അതോടുകൂടി അത് പൊട്ടിച്ചെറിയാൻ തയ്യാറാണ്ടേ? ഇവർ 10-20 കൊല്ലം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ 25 കൊല്ലത്തോളം പ്രവർത്തിച്ചു. ഇതാണല്ലോ ഇപ്പൊ അവർക്ക് ആ സംഘടനയുമായിട്ടുള്ളത്. അതൊരു ബന്ധനമായി മാറാതെ അതൊരു ചെറിയ കാലത്തെ ബന്ധം മാത്രമായിരുന്നു എന്ന് വിശ്വസിച്ച് സത്യത്തിന്റെ പാന്താവിലേക്ക് തിരിച്ചു വരാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ തയ്യാറാകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രം ഉണർത്തി, ഇനി ആരെങ്കിലും റൈസാൻഡ് ചെയ്ത് ചർച്ചയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് താൽക്കാലികമായി ഞാൻ നിർത്തുന്നു. ആഹ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. SKS പ്രവാസം എന്താ സംഭവം? എന്തായാലും മൈക്കെടുക്കാത്ത എന്റെ മൈക്ക് എന്തൊരു പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ സമയായി ഇങ്ങനെ കേൾക്കും, കുറെ പ്രായമായി, കുറെ ഇരുന്ന് കേൾക്കും, കുറെ കറന്ന് കേൾക്കും. അപ്പോ ഏതായാലും ഫുള്ള് കേട്ടക്കളുണ്ട്. ഇവിടേക്ക് പോകാതെ ഇവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടൊന്നും ഞാൻ മൂത്രമൊഴിക്കാൻ പോകാതെ ഇരുന്ന് കേൾക്കുന്നു. മുമ്പ് ഇവിടെ ഒരു ഏപ്പിക്കാരുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ കണ്ട ആള് പറയാണ് മൂപ്പര് ജിഷാൻമായി SGV-യിൽ ക്ലിപ്പ് ഇടുമ്പോഴേ അയാൾ ബാത്റൂമിൽ പോകുമ്പോ ചെവിയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അയാളെ ബാത്റൂം അപ്പൊ പറയാം, അയാൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് വരെ എന്നോട് ഒരാൾ കണ്ടാൾ പറഞ്ഞതാ, ജിഷാൻ മാഹിന്റെ ക്ലിപ്പ് ഇടുന്ന സമയം ബാത്റൂമിൽ പോകുന്ന സമയത്ത് വരെ അയാൾ മൊബൈൽ ഇങ്ങനെ വെച്ചുകാണ്ട് ക്ലിപ്പ് വെച്ചുകാണ്ട് പോകും ബാത്റൂമിൽ കിടക്കാം. അത്രയും സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ പറയാം. ഏതായാലും അപ്പൊ ഞാനൊന്നും പോയിട്ടൊന്നുമില്ല, നമ്മുടെ ഇന്ന് കേട്ടു. നീക്കും മുദ്രയിക്കാൻ മുട്ടിയിട്ടൊന്നും ഞാൻ പോകാതെ ഇവിടെ ഇരുന്ന് കേൾക്കിയെന്നു. നമ്മളിപ്പോ ചെവി വെച്ചൊന്നും പോയിട്ടില്ല. ഏതായാലും വളരെ മനോഹരമായ ഒരു ചർച്ച. ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ജാഫർ സാഹിബ് മൈക്ക് പോയിട്ടുണ്ട്. ജാഫർ സാഹിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതോ ഞാൻ DC ആണോ? ഓക്കെ, നിങ്ങൾ മുന്നേ മൈക്കിൽ വരും. ജാഫർ സാഹിബിന്റെ മൈക്കിൽ വരും, പറഞ്ഞ കാര്യങ്ങൾ തീർക്കും.